സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് അഭിമാനത്തിന് വകയില്ല. കാരണം ഈ കടമ എൻ്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സമരസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, 3 നോമ്പിന്റെ 3-ാമത്തെ ദിവസമായി ഇന്ന് യോനാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞതും ഇതാണ്: എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിലേക്ക് പോവുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. യോന 3:2. പുനരുത്ഥാനത്തിന്റെ ശതാബ്ദിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ സുവിശേഷം ജീവിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സഭയായി മാറുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. മലങ്കര കത്തോലിക്ക സഭ 2024 സെപ്റ്റംബർ മാസം വചനവർഷമായി ആരംഭിച്ച് വിവിധ കർമ്മ പരിപാടികൾ നമ്മൾ നടത്തി വരികയാണല്ലോ. അതിന്റെ ഭാഗമായി സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ താല്പര്യമുള്ളവർക്ക് ഒരു പരിശീലനം ഓൺലൈനായും ഓഫ്ലൈനായും നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഓൺലൈൻ തുടക്കം ഇതിലേക്ക് നമുക്ക് ആരംഭിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടുകൂടി ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചന പ്രഘോഷണ പരിശീലനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി വചനവർഷത്തിന്റെ കോർഡിനേറ്ററും കുര്യ മെത്രാനുമായിരിക്കുന്ന അഭിവന്ദ്യ സിൽവാനോസ് പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ വചന പ്രഘോഷണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അത്യഭിവന്യ മൊറോൻ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ തിരുമനസ്, എബ്രഹാം മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, പ്രിയ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങള്, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള അൽമായ സഹോദരങ്ങളെ, വചനവർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി ചിന്തകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടുമാണല്ലോ ഇരിക്കുന്നത്. വചന വായന, വചനം മനഃപ്പാഠമാക്കൽ, വചനത്തിൻ്റെ പഠനം, 100 എപ്പിസോഡുള്ള വചനത്തിൻ്റെ പഠനം, അതുപോലെ തന്നെ വചനത്തിലെ യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാനും യേശുവുമായി ഒരു നേരിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടക്കുന്നതിന് ഉപകരിക്കുന്ന ലക്ഷദ്വീപിനാട് പരിശീലനം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ കൂട്ടത്തിൽ വചന പ്രഘോഷണ പരിശീലനം കൂടി ഈ എല്ലാവർക്കും നൽകുന്നതിനായിട്ട് സഭ ആഗ്രഹിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വചന പ്രഘോഷണ പരിശീലനം നമ്മൾ നടത്താനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഈ വചന പ്രഘോഷണ പരിശീലനത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന ബാവ തിരുമനസ് നാളെ തിരുവനന്തപുരം മേയർ അധിപത്യാസനത്തിൽ 7 പേർക്ക് നാളെ ഡീക്കന്മാർക്ക് പൗരോഹിത്യം ലഭിക്കുന്ന ദിവസമാണ്. അതിൻ്റെ വലിയ തിരക്കിലും ഒരുക്കത്തിലുമാണ്. എങ്കിലും പിതാവ് ഈ വചനവർഷത്തോടും സഭയോടുമുള്ള വലിയ താല്പര്യത്തിൽ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഒപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും ആമുഖ സന്ദേശം നൽകാനും നമ്മുടെ ഒപ്പം കൂടെയുണ്ട്. നമുക്ക് നാളത്തെ ഈ പട്ട ശുശ്രൂഷയിൽ എല്ലാ അനുഗ്രഹപ്രദമായി തീരാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ആ 7 ചെമ്മാശന്മാരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. എല്ലാവരുടെയും പേര് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ബാവ തിരുമേനിയെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വൈദികര്, അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങൾ, ഏകദേശം ഇപ്പോൾ സ്ക്രീനിൽ 500 പേരാണ് എത്തിയിരിക്കുന്നത്. ബാക്കി കുറച്ച് പേരുടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 1000 പേരുടെ പേര് 1048 പേരുടെ പേരാണ് തന്നിരിക്കുന്നത്. അവർ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് അത്യഭിവന്യ ബാവ തിരുമേനി നമുക്ക് ഇപ്പോൾ ആമുഖ സന്ദേശവും ആശീർവാദവും. ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹനീയമായ നാമത്തിൽ എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു.
നിങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ കൂടിവരവിലൂടെ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം കൂടുതൽ ഉത്തരവാദിത്വത്തിൽ സ്വീകരിക്കപ്പെടുകയും കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി ഇത് പ്രഘോഷണം ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം ഈ ദിവസം വർദ്ധിക്കുകയാണ്. അതിന് നിങ്ങൾ കാണിച്ച നല്ല മനസ്സ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത എല്ലാം സ്വർഗം നിരീക്ഷിക്കുന്നുണ്ട്. സ്വർഗം നിരീക്ഷിച്ച് നിങ്ങളെക്കുറിച്ച് കരുതുന്നത് നമ്മുടെ സഭയുടെ മേൽ ചൊരിയപ്പെടുന്ന വലിയ അനുഗ്രഹമായി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയുന്നവരുടെ മുഖം തന്നെ വളരെ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. എങ്കിലും അഭിമന്യ പിതാവ് പറഞ്ഞു 1000-ൽ പരം ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 500 പേര് ഇപ്പോൾ തന്നെ അതിൽ പ്രവേശിച്ച് കഴിഞ്ഞു. നമുക്ക് പുനരൈക്യ ശുശ്രൂഷയുടെ 100-ാം വർഷത്തിന്റെ ഒരുക്കത്തിലാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഈ ഒരുക്കത്തിന്റെ കാലയളവിൽ സുവിശേഷാത്മകമായി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കലാണ് പുനരൈക്യ ശതാബ്ദിയുടെ ഏറ്റവും വലിയ ആഘോഷം. സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് ഒരു സഭയുടെ ഏറ്റവും വലിയ ഒരുക്കവും ബലവും. നമുക്ക് ധാരാളം സേവന മേഖലകളുണ്ട്, ശുശ്രൂഷാ വേദികളുണ്ട്, ധാരാളം സംരംഭങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, സംഘടനകളുണ്ട്, പ്രേക്ഷിത ശുശ്രൂഷകളുണ്ട്, ജീവകാരുണ്യ പ്രവൃത്തികളുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കടമെടുത്താൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് എനിക്ക് മഹാദുരിതം. വോ ടു മീ ഇഫ് ഐ ഡോണ്ട് പ്രീച്ച് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് മഹാദുരിതം. ആവറേജ് ദുരിതമല്ല, മഹാദുരിതം എന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പൊ ശ്ലീഹ ഈ പറയുന്ന കാര്യത്തിന് ശ്ലീഹായുടെ ജീവിതത്തിൽ വലിയ ഒരു മാനമുണ്ട്. സുവിശേഷത്തെ ധിക്കരിച്ച് ജീവിച്ച, സുവിശേഷത്തെ മറയ്ക്കാൻ ശ്രമിച്ച ആളാണ്. സുവിശേഷമെന്ന് ഉച്ചരിക്കുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. സുവിശേഷം പ്രസംഗിക്കാതെ ഇരിക്കാൻ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ആര്? പൗലോസ് ശ്ലീഹ. സാവൂൾ. ആ സാവൂൾ പൗലോസ് ആയപ്പോൾ നമ്മളോട് പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കതിൽ യാതൊരു മഹത്വവും വമ്പും പറയാനില്ല. പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് മഹാദുരിതം. കർത്താവ് അരുളി ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഈ ത്യാഗമെടുക്കുന്നത്, നമ്മൾ ഇത് ഗൗരവമായി കാണുന്നത് വെറുതെ ഒരു ആവറേജ് ജീവിതത്തിന് വേണ്ടി അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? സമൃദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമെങ്കിൽ നിങ്ങളെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോ നിങ്ങള് ഈ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ഉത്തരവാദിത്വം സ്വർഗം നൽകിയിരിക്കുന്ന നിയോഗത്തിന്റെ ഭാഗമാണ്. സ്വർഗം നൽകിയിരിക്കുന്ന നിയോഗത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നു എന്നത് എനിക്ക് വലിയ സന്തോഷം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ സുവിശേഷ ആഭിമുഖ്യത്തിൽ ജീവിക്കാൻ
പരിശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൽ 1000 പേര് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു എന്ന് പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി. നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു തീഷ്ണതയാണ് ഈ കാര്യം. അതിന് നമുക്കൊരു സുവിശേഷാത്മകമായ അടിത്തറയുണ്ട്. കർത്താവ് നൽകിയ ഒരു കൽപ്പനയുടെ അനുസരണത്തിന്റെ ഭാഗമാണ് ഇക്കാര്യം. സുവിശേഷം അത് വലിയ വാർത്ത, അത് സമൃദ്ധമായ ജീവിതത്തിലേക്കുള്ള വലിയ തുറവിയാണ്, വഴിയാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നു, നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു. 2 കാര്യമാണ്. നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ സ്വീകരിച്ചവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. കർത്താവ് യേശു മിശിഹ സംസാരിച്ച സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം മുതൽ പ്രത്യേക ഒരു കാര്യം പരാമർശിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 28-ാമത്തെ അധ്യായം, ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങള്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് സംസാരിക്കുന്നത് വെറുതെയല്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അടുത്തത് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവ് അരുളി ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. ആ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ എല്ലാ ജനതകളോടും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. ഞാൻ കൽപ്പിച്ചവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് വെറുതെ നമ്മെ അനാഥമായി പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് വിട്ടുപോവുകയല്ല. ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സെന്റൻസ്. അവസാനമായി കർത്താവ് നമുക്ക് നൽകുന്ന ഉറപ്പിന്റെ വാക്ക് നോക്ക്. എന്താ? ഞാൻ നിങ്ങളെ യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചോളുക, ഞാൻ നിങ്ങളുടെ കൂടെ യുഗാന്ത്യം വരെ ഉണ്ട്. നമ്മൾ തനിച്ചല്ല സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നർത്ഥം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോ നമുക്ക് ബലമാണ്. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവ് ഇല്ലാതെ പോയപ്പോൾ അവർ ഭയപ്പെട്ടു. കർത്താവ് വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പ് നമുക്ക് ഈ സുവിശേഷ ദൂത് അറിയിക്കുന്നത്. ഗലീലിയായിൽ ജീവിച്ച് ഗലീലിയായിൽ നിന്ന് ശാരീരികമായി മറഞ്ഞുപോയ ഒരാൾ ലോകം മുഴുവൻ അനുസ്മരിക്കപ്പെടുന്നത് എന്തിലാണ്? സുവിശേഷത്തിലൂടെയാണ്, അല്ലേ? സുവിശേഷത്തിലൂടെ അനുസ്മരിക്കപ്പെടുന്ന കർത്താവാണ്. അപ്പൊ ഈ കാര്യം കർത്താവ് നമ്മളോട് പറയും. നമ്മൾ സഭയുടെ പുനരൈക്യ ശുശ്രൂഷയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിന് ഒരുങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഉറയ്ക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞത് എല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ 2 കാര്യം ഓർക്കണം. നിർബന്ധമായി അവരെ കർത്താവ് പറഞ്ഞത് പഠിപ്പിക്കുക തന്നെ വേണം. കർത്താവ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞത് എന്ത് ചെയ്യണം? പാലിക്കണം.
കർത്താവ് പറഞ്ഞത് പാലിച്ചിട്ടാണ് നമ്മൾ ഇത് അനുസരിക്കണം എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അതാണ് സുവിശേഷാത്മകമായ പരിവർത്തനം. ആത്മാവിന്റെ പരിവർത്തന രീതി അതാണ്. നമ്മൾ അനുസരിക്കണം, നമ്മൾ അനുസരിച്ചവ അനുസരിക്കാൻ കൊള്ളാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കണം. നമുക്കുള്ള ഗ്യാരണ്ടി എന്താ? കർത്താവ് യുഗാന്ത്യം വരെ, അവസാനം വരെ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ ഗ്യാരണ്ടി ഏറ്റവും വിശ്വാസയോഗ്യമാണ്. കർത്താവിന്റെ വാഗ്ദാനം വിശ്വസനീയമാണ്. ഇറ്റ് ഈസ് ക്രെഡിബിൾ, ബിലീവബിൾ. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താ? സന്തോഷത്തോടെ അത് സ്വീകരിക്കുക, പാലിക്കുക, മറ്റുള്ളവരോട് അത് പങ്കുവയ്ക്കുക. പരിശുദ്ധാത്മാവ് ബാക്കിയുള്ളവ പൂർത്തീകരിച്ചുകൊള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് സുവിശേഷം സ്വീകരിച്ചില്ലല്ലോ, യു ഗോ ടു ദ നെക്സ്റ്റ്. അടുത്ത ആളിലേക്ക് നമ്മൾ മാറുക. നമ്മുടെ ഡ്യൂട്ടി അവിടെ തീർന്നു. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ സഭയെ ബലപ്പെടുത്താൻ സുവിശേഷത്തിന്റെ ഈ ഒരു ശക്തി നമുക്ക് അഭയപ്പെടാം. മാർ ഇവാനിയോസ് പിതാവ്, നമ്മുടെ ധന്യനായ പിതാവ്, എല്ലാ കലഹങ്ങളിൽ നിന്നും, എല്ലാ വ്യഗ്രതകളിൽ നിന്നും, വ്യവഹാരങ്ങളിൽ നിന്നും സഭ ഒഴിഞ്ഞു നിൽക്കണം, സഭയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിച്ചത് ഏകാഗ്രതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കാനാണ്. മറ്റുള്ള കാര്യങ്ങൾ നമ്മെ ബന്ധിത അവസ്ഥയിലാക്കും. മറ്റുള്ള കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ, കേസുകൾ, വഴക്കുകൾ, അധികാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയത കുറവുള്ള കെട്ടുപാടുകൾ, നമ്മളുടെ ലൗകിക അരൂപിയുടെ അതിരുകവിഞ്ഞ പ്രവർത്തന സ്വാധീനങ്ങൾ, ഇവയെല്ലാം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ബന്ധനാവസ്ഥയിലാകും. മാർ ഇവാനിയോസ് പിതാവ് അതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം വിട്ടുമാറി വ്യവഹാരങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നും സ്വതന്ത്രനായി ദൈവോന്മുഖതയിൽ സുവിശേഷത്തെ ലോകം മുഴുവൻ അറിയിക്കുവാൻ നമ്മുടെ സഭ കടപ്പെട്ടിരിക്കുന്നു എന്ന് ശഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനാണ് എന്നെയും നിങ്ങളെയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ ഒരുക്കുക. അതിലാണ് ഈ സഭ വളർന്നത്. ഈ സഭ മുന്നോട്ട് പോകേണ്ടുന്നതും ആ ശക്തിയിലാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഓർക്കുക, നമ്മളെക്കാൾ ബലം കുറവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെ ശപിച്ച് മാറ്റി നിർത്തണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ചേർത്ത് നിർത്തുക. നമ്മുടെ കൂട്ടായ്മയുടെ ബലം പ്രകാരം ചേർന്ന് നിൽക്കുന്ന വലിയ ഒരു പ്രാർത്ഥിക്കുന്ന സമൂഹം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നമ്മുടെ സുവിശേഷ സംഘത്തിലും നമ്മുടെ സുവിശേഷകരുടെ കൂട്ടായ്മകളിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് നൽകുന്ന ഒരു വലിയ പ്രത്യാശയും സന്തോഷവും എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ആ സന്തോഷം കൊണ്ട്, ആ സന്തോഷ രീതിയിൽ ഞാൻ അറിയിക്കുമായിരുന്നു. ചെറിയ മുഖമേ കാണുന്നുള്ളൂ, എങ്കിലും നിങ്ങൾ എൻ്റെ വലിയ സന്തോഷം നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ഏറ്റവും വലിയൊരു ആനന്ദം എന്ന് പറയുന്നത്, സത്യമായി നിങ്ങളോട് ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയം തുറന്ന് പറയാൻ കഴിയും. പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കൈവിരിച്ചു നിൽക്കുന്ന ആയിരങ്ങൾ ഇന്ന് ഈ സഭയിലുണ്ട്. നിങ്ങൾ ഒന്ന് വലത്തെ കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്ക് പണവും പ്രതാപവും അധികാരവും ഒന്നുമല്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, മുട്ടുമടക്കാൻ പറഞ്ഞാൽ മുട്ടുമടക്കുന്ന 10,000-കണക്കിന് ആത്മാക്കൾ ഈ സഭയിലുണ്ടെന്നുള്ളതാണ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സഭയുടെ വലിപ്പം. നമുക്ക് മാധ്യസ്ഥം വഹിക്കാൻ നിയോഗമുണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സ് കാട്ടുന്ന, കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വലിപ്പം. ഇതിലാണ് ഏറെ സന്തോഷം. നിങ്ങൾ തെറ്റിദ്ധരിക്കും, നിങ്ങളുടെ പള്ളിയുടെ ജൂബിലിക്ക് വരുമ്പോൾ നിങ്ങൾ എന്നേക്കാൾ ഭാരമുള്ള ഒരു മാല എൻ്റെ കഴുത്തിൽ അണിയിച്ച്
സ്വീകരിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങൾക്ക് എനിക്കും സന്തോഷമെന്ന് കരുതുന്നെങ്കിൽ എനിക്ക് ആ സന്തോഷം അതിലല്ല. നമ്മുടെ കുർബാനയിൽ നമ്മുടെ ദൈവജനം ഹൃദയപൂർവ്വം ഒരുങ്ങി നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എടുക്കുന്ന വിലയാണ് നമുക്ക് സ്വർഗം നൽകുന്ന കരുതലിൻ്റെ വില. അതിൽ നിങ്ങളെല്ലാം താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇത് നമ്മുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള ഇത്രയേറെ ആളുകൾ നമ്മുടെ സഭയിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്ന് ഇങ്ങനെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ സാധാരണ നേരിട്ട് നമ്മൾ സുവിശേഷ സംഘത്തിലോ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്ന് ഇത്രയും പേര് സന്നദ്ധരാണെന്ന് പറയുന്നത് തന്നെ ആത്മാവ് നമ്മുടെ സഭയുടെ മേൽ ഇറങ്ങി വന്ന് കൃപ വർഷിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ്. നമുക്ക് വചനവർഷമാണ് ഇപ്പോൾ, അല്ലേ? നമ്മുടെ എല്ലാ വീടുകളിലും വിശുദ്ധ വേദപുസ്തകം നമ്മൾ പ്രതിഷ്ഠിച്ചില്ലേ? ആരും തലയാട്ടുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പ്രതിഷ്ഠിച്ചല്ലോ, പ്രതിഷ്ഠിച്ചു നമ്മുടെ കുടുംബങ്ങളിലെല്ലാം, നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം. പക്ഷെ ചെറിയ നമ്മുടെ ഒരു വിഷയം നമുക്ക് അതിൻ്റെ ഒരു ഉത്സാഹം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സ്ട്രക്ചർ കൂടി നമുക്ക് കരുതണം. അത് കൈമോശം വരാതിരിക്കാൻ നിരന്തരം ജ്വലിപ്പിക്കണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പോ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആത്മാവിൽ തീഷ്ണതയുള്ളവരായി ജ്വലിച്ച് നിൽക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഭയെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ മേഖലയിലാണ് നിങ്ങൾ കൈ ഉയർത്തി, ഹൃദയം ഉയർത്തി ഇന്ന് പ്രവേശിച്ചിരിക്കുക. നമുക്ക് 7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ്. സുവിശേഷം എങ്ങനെ പ്രസംഗിക്കാം? സുവിശേഷം സഭയാണ് സുവിശേഷ പ്രഘോഷണത്തിന് ഒരുക്കം നൽകുന്നത്. സഭ വഴിയാണ് സുവിശേഷം ലോകത്തിൽ വ്യാപിക്കുന്നത്. ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് അനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നതല്ല സുവിശേഷത്തിന്റെ മർമ്മം. പരിശുദ്ധ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരത്തിന്റെ ആ വലിയ ഒരു സത്താപരമായ അവസ്ഥയിൽ നിന്ന് സഭ നൽകുന്ന അനുഗ്രഹ നിയോഗമാണ് സുവിശേഷം പോയി പ്രസംഗിക്കുക. അതിന് ഒരുക്കം നൽകുന്നതും സഭയാണ്. അഭിമന്യ സിൽവാനോസ് പിതാവ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു വലിയ നേതൃത്വം, ത്യാഗം, അത് എനിക്ക് അത്ഭുതവും എനിക്ക് വലിയ സന്തോഷവും ഒരുപോലെ ഉളവാക്കുന്നതാണ്. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ സഭയുടെ വിശ്വാസ രൂപീകരണത്തിന്, സഭയുടെ ശാക്തീകരണത്തിന് പിതാവ് നൽകുന്ന വലിയൊരു സമർപ്പണം. പിതാവിൻ്റെ സർവ ആരോഗ്യവും സർവ സമയവും മുഴുവൻ ശേഷിയും ഈ സഭയുടെ ആത്മാവിന് ബലം കൊടുക്കാൻ വേണ്ടി പിതാവ് മാറ്റിവെച്ചിരിക്കും. അതിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇത്രയും പേര് മനസ്സ് വെച്ച്, ഇത്രയും പേരല്ല ഉള്ളത്, അതെനിക്കറിയാം, ധാരാളം പേര് ഇനിയും ഉണ്ട്, പക്ഷെ ഇത്രയും പേരാണ് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുക. നമുക്ക് നല്ല ഉണർവോടെ നമ്മളെ സുവിശേഷം പഠിപ്പിക്കാൻ പോകുന്നതിൻ്റെ കാരണം അധികാരമുള്ളവൻ നമുക്ക് നൽകിയ ഒരു നിയോഗത്തിന്റെ പേരിലാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ സകല ജനതകളോടും സുവിശേഷം അറിയിക്കുക. ഇതാണ് നമുക്കുള്ള കൽപ്പന. കൽപ്പന തന്നിരിക്കുന്നത് അധികാരമുള്ളവനാണ്. അധികാരമുള്ളവൻ, ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവൻ, സ്വർഗത്തിന്റെയും ഭൂമിയുടെ മേൽ അധികാരമുള്ളവൻ പറഞ്ഞ്
നമ്മെ സ്ഥിരീകരിച്ചിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ യുഗാന്ത്യം വരെ കൂടെ ഇരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നേരെ പോകുന്നത് നമ്മുടെ കവറിങ്ങിലേക്കാണ്. അപ്പോൾ 1 മണിക്കൂർ നമ്മുടെ ശമ്മാശന്മാരോട് കൂടെ ഇരുന്ന് മാറിവാനിസ് പിതാവിൻ്റെ കബറിങ്കിൽ ഇരുന്ന് ഉള്ള ഒരു പ്രാർത്ഥനയ്ക്കാണ്. നാളെ അവർ 7 പേര് ദൈവ കൃപയിൽ വൈദികരായി അഭിഷിക്തരാകും. അപ്പൊ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി കിടക്കണം, ഉറങ്ങണം കേട്ടോ, മറന്നു പോകരുത്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ നമ്മുടെ 7 ശമ്മാശന്മാരെയും നിങ്ങളുടെ കിടക്കയിലിരുങ്കിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലണം. ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാൻ പറ്റുമെങ്കിൽ കൈയൊന്ന് ഉയർത്തിക്കുക, ഞാൻ സന്തോഷത്തോടെ ഒന്ന് പോട്ടെ. അപ്പൊ അതെ, നല്ല പുരോഹിതരായി, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങിയവരായി, കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നവരായി ഈ പുരോഹിതന്മാരെല്ലാം രൂപപ്പെട്ട സഭയ്ക്ക് അത്ഭുതകരമായ ശുശ്രൂഷ നൽകാൻ, കം വാട്ട് മേ, വി വിൽ വിറ്റ്നസ് ജീസസ് ക്രൈസ്റ്റ് അവർ സേവ്യർ. രക്ഷകനായ യേശുവിനെ ഞങ്ങൾ ഏത് സാഹചര്യത്തിലും പുരോഹിതർ എന്ന നിലയിൽ സാക്ഷ്യപ്പെടുത്തും എന്ന് ശഠിക്കുന്ന പുരോഹിതരായി ഇവർ രൂപാന്തരപ്പെടാനും വളരാനും വേണ്ടി നിങ്ങൾ ഇന്ന് കിടക്കയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് കൃപ നിറഞ്ഞ മറിയമേ എന്ന ഒരു പ്രാർത്ഥന കേട്ടില്ല, വളരെ ദൂരെ ഇരിക്കുന്നുണ്ടോ, കേൾക്കുന്നില്ല, ചൊല്ലണം. അത് കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു കൃപ നിറഞ്ഞ മറിയാ പറഞ്ഞ്. ഇനി രണ്ടാമത്തെ ഒരു കൃപ നിറഞ്ഞ മറിയം, ഇവർക്ക് പട്ടം കൊടുക്കുന്ന എനിക്ക് വേണ്ടിയും നിങ്ങൾ ചൊല്ലണം. പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ആരും ഒന്നും സന്തോഷം മുഖത്ത് കാണുന്നു. ചൊല്ലുവോ? അവർക്ക് പട്ടം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒട്ടും കുറഞ്ഞു പോകാതെ ഇരിക്കാൻ എളിവനായ എന്നിലൂടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൃപയായി പെയ്തിറങ്ങാൻ നിങ്ങൾ ഒരു കൃപ നിറഞ്ഞ മറിയം എനിക്ക് വേണ്ടിയും ചൊല്ലണം. അപ്പൊ സന്തോഷത്തോടു കൂടി ഞാൻ ശമാശന്മാരുടെ കൂടെ കബറിൽ പോയിന്ന് പ്രാർത്ഥിക്കാം. കബറിൽ പോയിന്ന് പ്രാർത്ഥിക്കുമ്പം ആദ്യത്തെ പ്രാർത്ഥന ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അവിടെ പോയിരുന്ന് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് കബറിൽ പ്രാർത്ഥിച്ച ശേഷമേ ഞങ്ങൾ ബാക്കി നാളത്തേക്കുള്ള ഒരുക്കത്തിന്റെ പ്രാർത്ഥന നടത്തുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങളുടെ ഈ നിയോഗത്തിനും നമ്മുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പരിശീലന പദ്ധതിക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും സന്തോഷത്തോടു കൂടി നേർന്ന് അഭിയന്യ സിൽവാനോസ് പിതാവിനോടും പിന്നെ ജൂലിയോസ് പിതാവ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിയന്യ ജൂലിയോസ് പിതാവ് ദൈവത്തിന്റെ വചനം അത് ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും എല്ലാം പിതാവ് വളരെ താല്പര്യമുള്ള ഒരു പിതാവാണ്. അപ്പോൾ അത് റിട്ടയർമെന്റിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ സമയവും താല്പര്യവും ആവേശവും അത് പ്രഘോഷണം വഴിയും പുസ്തകം എഴുതുന്നത് വഴിയും ഒക്കെ പിതാവ് പ്രകടമാക്കുന്നു. അവനെ ഞാൻ നേരിട്ട് കാണുന്നില്ല എങ്കിലും ജൂലിയോസ് പിതാവ് അവിടെ ഉണ്ട്. ജൂലിയോസ് പിതാവിനെ പ്രത്യേകവും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ അച്ഛന്മാര്, പ്രിയപ്പെട്ട നമ്മുടെ കുടുംബനാഥന്മാരും കുടുംബനാഥകളുമായ നിങ്ങൾ എല്ലാവരും, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടി ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നിരന്തരം നമ്മുടെ സഭയെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയിൽ ഇത്രയും പേര് എൻ്റെ കൂടെ കരങ്ങൾ ഉയർത്താൻ, നമ്മുടെ സഭയുടെ പേരിൽ കരങ്ങൾ ഉയർത്താനുണ്ട് എന്നതോർത്ത് വലിയ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രിയ സ്നേഹമുള്ള തിരുമേനി, സ്നേഹമുള്ള യൂലിയോസ് പിതാവേ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, വൈദികരെ, സഹോദരങ്ങളെ, അധ്യക്ഷ ബാബ തിരുമേനി വലിയ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഒപ്പമായിരുന്ന അനുഗ്രഹ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തി നമുക്ക് വലിയ സന്ദേശം നൽകി. സഭയുടെ തലവൻ നിലയിലോടൊപ്പമുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് നൽകി.
അപ്പൊ ഇന്ന് പിതാവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ നേതൃത്വം നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കുന്നു, ബലപ്പെടുത്തുന്നു. അങ്ങയുടെ ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങൾക്ക് ബലമാണ്. നിങ്ങൾ തിരിച്ചറിവ് ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ സന്ധ്യയിൽ പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയെടുത്ത ഈ വലിയ സമയത്തിന് ദൈവസന്നിധി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളത്തെ പട്ടവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേക്കേണ്ട എല്ലാവരുടെയും പേരുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അങ്ങേ അറിയിക്കുന്നു. താങ്ക് യു. പ്രിയ സ്നേഹമുള്ളവരെ, നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമുക്ക് 500 പേരിൽ വന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ 1000 പേർക്കാണ് നമുക്കിത് ഉണ്ടായിരുന്നത്. ചെറിയ ടെക്നിക്കൽ പ്രശ്നമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് അത് പരിഹരിക്കാം. ഇന്ന് നടന്ന ചടങ്ങുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് എല്ലാ ഗ്രൂപ്പിലും ഇടുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ആർക്കെങ്കിലും കയറാൻ സാധിക്കാതെ പോയെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഭദ്രാസനത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും. ഈ സന്ധ്യയിൽ ഈ ദൈവവചനവുമായി പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അറിവ് തരുന്നതിനായിട്ട് വചനവർഷത്തിന്റെ ചെയർമാൻ അഭിവന്യ എബ്രഹാം മാർ യൂലിയസ് പിതാവ് നമ്മുടെ ഒപ്പമുണ്ട്. അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ പിതാവ് ഇപ്പോൾ നമുക്ക് വചന പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തകളെ പങ്കുവയ്ക്കും. അഭിവന്യ പിതാവേ, ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി സിറിൽ ആനന്ദച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് വാക്കുകൾ ശ്രവിക്കുന്നുണ്ട്. മനുഷ്യരുടെ വചനവും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിത്യ ജീവൻ നൽകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം. മനുഷ്യന്റെ വചനം മൃതമാണ്. 13000 വർഷം മുമ്പ് ജീവിച്ചിട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ നിന്നും നിലനിൽക്കുന്നു. എങ്കിലും അതൊന്നും ജീവിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 66 പറയുന്നുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാർ പലരും കർത്താവിനെ ഉപേക്ഷിച്ച് പോയി, അവരാരും പിന്നെ തിരികെ വന്നില്ല. യേശു ശിഷ്യന്മാരെ വെല്ലുവിളിച്ചു, നിങ്ങളും പോകുന്നില്ലേ? അപ്പോൾ ശിഷ്യഗണത്തിന്റെ വക്താവായി പത്രോസ് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ എവിടെ പോകണം? നിത്യജീവന്റെ വചസ്സ് നിന്റെ പക്കലാണല്ലോ. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധന്, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ ജീവന്റെ വചസ്സ് തരാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന വാക്യങ്ങൾ പേനയും നോട്ട്ബുക്ക് ഉള്ളവർക്ക് എഴുതിയെടുക്കണം ഞാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പിക്കണം. എന്താണ് നമ്മുടെ വിളി? ഒന്ന് പത്രോസ് 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രഘോഷിക്കണം. അപ്പോൾ നമ്മള് വൈദികരാണെങ്കിലും മെത്രാനാണെങ്കിലും അൽമായരാണെങ്കിലും ഒരു കാര്യത്തിൽ ഒരുമയുണ്ട്. കർത്താവായ യേശു രാജാവും പുരോഹിതനും പ്രവാചകനുമാണ്. മാമോദീസായിലും മോറോൻ അഭിഷേകത്തിലും കർത്താവിനോടൊപ്പം ചേർന്ന നമ്മളും പുരോഹിതരും രാജാക്കന്മാരും പ്രവാചകരുമാണ്. അതിനാൽ
പ്രത്യേകിച്ച് ഈ പ്രവാചക ദൗത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ദൈവം ചരിത്രത്തിൽ ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. ഒരാള് ചാടിക്കേറി മൈക്കിന്റെ മുമ്പിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാമെന്ന് കരുതരുത്. അതിനു മുമ്പ് ചില ഒരുക്കങ്ങളുണ്ട്. ആദ്യം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണം. എഫെസ്യർ ലേഖനം 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനം എന്നാണ് നടന്നത്. ഞാൻ ഈ ക്ലാസ് ഒരുങ്ങുമ്പോൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്തു, ഹൗ ഓൾഡ് ഈസ് ദ യൂണിവേഴ്സ്. അവര് മറുപടി തന്നത് 2700 കോടി വർഷം മുമ്പാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത്. ഭൂമി അതിന് ശേഷമാണ്. പ്രപഞ്ചത്തിന്റെ കാര്യമാണത്. 2700 കോടി വർഷം മുമ്പ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവായ യേശുക്രിസ്തുവിൽ, ശിരസ്സായ യേശുക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ എങ്ങനെയാ വിളിക്കുക? ഫോണിൽ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഹലോ എന്ന് പറയും. നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ ഗ്രഹാം ആണ് ഫോൺ കണ്ടുപിടിച്ചത്. ഫോൺ കണ്ടുപിടിച്ച അവസരത്തിൽ അദ്ദേഹം മനുഷ്യരോട് പറഞ്ഞത് ഫോൺ എടുക്കുമ്പോൾ അഹോയ് എന്ന് പറയണം. അത് പഴയ കാലത്തെ ഒരു സംബോധനയാണ്, പ്രത്യേകിച്ച് നേവിയുടെ ഒരു സംബോധനയാണ്. അതിനുശേഷം തോമസ് എഡിസൺ വന്നു. അദ്ദേഹം പറഞ്ഞു അഹോയ് എന്നല്ല, ഹലോ എന്ന് പറയണം. അതാണ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കും. ഫോൺ വിളിക്കുമ്പോൾ റഷ്യക്കാരെ നമ്മൾ വിളിച്ചാൽ അവർ മറുപടി പറയും ഐ ആം ലിസണിങ്, ഞാൻ നിങ്ങളെ ശ്രവിക്കുന്നു. സ്പെയിൻകാരെ വിളിച്ചാൽ അവര് വെറുതെ പറയും, സ്പാനിഷ് ഭാഷയിൽ സ്പീക്ക് എന്നുള്ള വാക്ക് വെർബ് ഹബ്ല എന്നാണ്. അപ്പൊ അതിന്റെ ഇമ്പറേറ്റീവ് അബ്ലെ. അബ്ലെ എന്ന് പറഞ്ഞാൽ സ്പീക്ക്. ജർമ്മൻകാരെ വിളിച്ചാൽ അവർ ചോദിക്കും വേർ ഇസ്റ്റ് അം അപ്പറാട്ട് ഹു ഈസ് ഓൺ ദ ഫോൺ. അല്ലെങ്കിൽ അവർ സിംപ്ലി അവരുടെ സ്വന്തം സർനെയിം മാത്രം പറയും. എന്നാൽ ഇറ്റാലിയൻസിനെ വിളിച്ചാൽ അവർ പറയും പ്രോന്തോ. പ്രോന്തോ എന്ന് പറഞ്ഞാൽ റെഡി എന്നാണ്. ഇതിലേതാണ് മെച്ചം എന്ന് പറയാനല്ല ഞാനിവിടെ പറഞ്ഞത്. അത് ബിബ്ലിക്കൽ കോൾസിലേക്ക് വരുമ്പോൾ ചില പ്രവാചകന്മാര് എങ്ങനെയാണ് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്തത്, ഉത്തരം കൊടുത്തത്. ഇപ്പോൾ നമ്മൾ 3 നോയമ്പിന്റെ അവസാന ദിവസമാണ്. യോനായെ ദൈവം വിളിച്ചു, നീ നിനവേലേക്ക് പോകണം. 1,20,000 ജനം വസിക്കുന്ന ആ പട്ടണം നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വളരെ സങ്കടകരമായ വാർത്ത അറിയിക്കാനാണ് നിന്നെ ഞാൻ വിടുന്നത്. യോന പറഞ്ഞു ഹിയർ ഐ ആം, ബട്ട് ഹി ഡിഡ്ന്റ് ഗോ. ഹിയർ ഐ ആം, ഐ ആം നോട്ട് ഗോയിങ്. അവൻ എന്ത് ചെയ്തു? ഇസ്രായേലിൽ നിന്ന് വടക്ക് കിഴക്ക് ഒരു 800 കിലോമീറ്റർ ദൂരെയുള്ള നിനവേലേക്ക് പോകേണ്ടതിന് പകരം നേരെ വടക്ക് പടിഞ്ഞാറ് താർഷിഷിലേക്ക് പോയി കപ്പൽ കയറി എന്നാണ് നമ്മൾ വായിക്കുക. യോന പറഞ്ഞു ഹിയർ ഐ ആം, ബട്ട് ഐ ആം നോട്ട് ഗോയിങ്. മോശയെ വിളിച്ചപ്പോൾ അതേ ഉത്തരം പറഞ്ഞു ഹിയർ ഐ ആം, പക്ഷേ എനിക്ക് വിക്കുണ്ട്, സംസാരശേഷിയില്ല, ഫറവോയുടെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.
send someone else. Here I am, but send someone else. അത് പറയാൻ എളുപ്പമാണല്ലോ, വേറെ വല്ലവരായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ദൈവം യെശയ്യായെ വിളിച്ചപ്പോൾ യെശയ്യാ പറഞ്ഞു, ഹിയർ ഐ ആം, സെൻഡ് മീ. യെശയ്യായ്ക്ക് വേറെ കുഴപ്പങ്ങളുണ്ട്, അത് നമുക്ക് കാലക്രമത്തിൽ പറയാം. യെശയ്യായുടെ പുസ്തകം ബൈബിൾ ഉള്ളവര് യെശയ്യായുടെ 6-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദൈവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടത്തേക്ക് ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷണത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദൈവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാകുന്നു ആണ്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിലുകൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവത്തിന് യോഗ്യമാകുന്നു പറയുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ സുഹൃത്തായിരുന്നു ഊസിയ രാജാവ്. 56 വർഷം തുടർച്ചയായിട്ട് യൂദാദേശത്തെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു വലിയ അരാജകത്വം ഉണ്ടാകാൻ പോകുന്നതായി ഈ രാജാവിന്റെ സുഹൃത്തും ഉപദേഷ്ടാവുമായ യെശയ്യായ്ക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്ന സമയത്താണ് ഒരു ദർശനം ഉണ്ടാകുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലെ ഒരു ബ്രിട്ടീഷ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സായിപ്പ് എല്ലാ ദിവസവും ഓരോരുത്തരുടെയും അടുത്ത് പോകും, ഗുഡ് മോർണിംഗ് പറയും, എന്നിട്ട് ചോദിക്കും, ആർ യു ഇൻ കൺട്രോൾ? ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഒരേ ചോദ്യം, ആർ യു ഇൻ കൺട്രോൾ? ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച് കുട്ടിക്കുരങ്ങന്റെ കയ്യിൽ ചെമ്പരത്തി പോകുന്ന പോലെ കൊടുത്തിട്ട് പോവുകയല്ല. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എല്ലാ പ്രവാചകന്മാരും ദൈവത്തെ സിംഹാസനസ്ഥനായി കാണുമ്പോൾ അതിന്റെ അർത്ഥം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. യെശയ്യായുടെ ഈ വിളി അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആരാധനയുടെ സമയത്താണ്. അതിനാൽ ആരാധന ആണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആരാധന കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഞായറാഴ്ച ആരാധിക്കാത്ത ഒരുത്തന് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദൈവത്തെ ആരാധിക്കാം എന്ന് വിചാരിച്ചാൽ അത് മിക്കവാറും നടക്കത്തില്ല. കാരണം സൺഡേ ആണ് ആഴ്ചയുടെ ഒരു അന്തരീക്ഷം
ഒരു പ്രവർത്തനത്തിനുള്ള അല്ലെ ഒരു സമർപ്പണത്തിനുള്ള ഒരു അരൂപി നമുക്ക് തരുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ യെശയ്യായുടെ ദർശനത്തിൽ നമ്മൾ കാണുന്നത് ഫുൾനെസ് ആണ്. അവന്റെ വസ്ത്രാഞ്ചലം കൊണ്ട് ദൈവാലയം നിറയുന്ന അനുഭവം. അവന്റെ മഹത്വം കൊണ്ട് ദൈവാലയം നിറഞ്ഞു. അവന്റെ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞു. ആ ദൈവാലയം മുഴുവൻ ധൂമപൂരിതമായി പുക കൊണ്ട് നിറഞ്ഞു. 4 പ്രാവശ്യം നിറഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത. ദൈവം നിറവ് തരുന്നത്, ഫുൾനെസ് തരുന്നതാണ്. ഇനിയും യെശയ്യായ്ക്കുണ്ടായ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചാണ്. സ്രപ്പെ മാലാഖമാർക്ക് വേറൊന്നും പറയാനില്ല. ഹോളി ഹോളി ഹോളി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സെമിറ്റിക് ഭാഷകളിൽ, ഈ ഹീബ്രു, സുറിയാനി, അതുപോലെ അറബി, ഇതുപോലുള്ള ഭാഷകളിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ഗുഡ്, ബെറ്റർ, ദ ബെസ്റ്റ്. ഈ കമ്പാരിറ്റീവ് ഇല്ല. അതുകൊണ്ട് ഉദാഹരണം, ഏറ്റവും വലിയ രാജാവിനെ അവർ വിളിക്കുന്നത് കിങ് ഓഫ് കിങ്സ് എന്നായിരിക്കും. ഏറ്റവും നല്ല പാട്ടിനെ വിളിക്കുന്നത് ദ സോങ് ഓഫ് സോങ്സ്. അങ്ങനെ ഒരു പുസ്തകം നമുക്കുണ്ടല്ലോ, ഉത്തമ ഗീതം. ആ രീതിയിലാണ് അവര് സൂപ്പർലറ്റീവ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫോമാണ് ഹോളി ഹോളി ഹോളി. നമ്മൾ പറയാം, ഒരു പർവ്വതത്തെ കുറിച്ച് നമ്മൾ പറയാണ്, ഇറ്റ്സ് എ ബിഗ് മൗണ്ടൻ. അവർ പറയും ബിഗ് 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 മൗണ്ടൻ. അപ്പോൾ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അപ്പുറം വേറൊരു പരിശുദ്ധനില്ല. നമ്മൾ പരിശുദ്ധ മലങ്കര സഭയില് തിരുശരീരവും രക്തം ഉയർത്തുമ്പോൾ നമ്മൾ പറയുന്നു, പിതാവ് മാത്രമേ പരിശുദ്ധനുള്ളൂ, പുത്രൻ മാത്രമേ പരിശുദ്ധനുള്ളൂ, പരിശുദ്ധാത്മാവ് മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ആ പരിശുദ്ധിയോടെ അടുക്കാനായിട്ട് പേടിയാണ്, വാസ്തവത്തിൽ ഭയമാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധിയോടെ തട്ടിക്കുമ്പോഴാണ് നമ്മുടെ അശുദ്ധി നമുക്ക് മനസ്സിലാകും. Then Isaiah saw the power of God. ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കിയ സമയമാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു ഭൂമി കുലുക്കത്തിലൂടെയാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഓരോ സമയത്തും ഭൂമി കുലുക്കം ഉണ്ടാകും. സീനായിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഇടിമുഴക്കം ഉണ്ടായി, ഭൂമി കുലുങ്ങി, സീനായി മല മുഴുവൻ പുകയാൻ തുടങ്ങി എന്ന് പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യക്ഷങ്ങൾ, എപ്പിഫനി ഓഫ് ഗോഡ് പ്രൊഡ്യൂസസ് ദിസ് എർത്ത്. അവിടെ പറയുന്നു, ദൈവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്ന പോലെ ഉള്ള ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മളെ കുലുക്കുന്നതാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ ഓംനിപൊട്ടൻസ് ആൻഡ് ഓംനിഷ്യൻസ്. ദൈവമാണ് എല്ലാം അറിയുന്നവൻ. അതാണ് ദൈവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ അടുത്ത പോയിന്റ്, ഒന്ന്, ദൈവത്തെ അറിയാത്തവൻ ദൈവവചനം പ്രസംഗിക്കാൻ പോകരുത്. ഒരു മൈക്ക് കിട്ടിയാൽ അങ്ങ് കാച്ചാം എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ദൈവത്തെ ആദ്യം അറിയണം. ദൈവികമായ അനുഭവം ഉണ്ടാകണം. അത് ആരാധനയിലൂടെ വേണം ഈ അനുഭവം നമ്മൾ സമ്പാദിക്കാൻ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, അഡോറേഷൻ ബിഫോർ ആക്ടിവേഷൻ. നമ്മൾ പ്രവർത്തന നിരതരാകുന്നതിന് മുമ്പ് ദൈവാരാധനയിൽ മുഴുകണം. അത് നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന, നമുക്ക് ജീവിതത്തിൽ ഒരു ഓറിയന്റേഷൻ തരുന്ന ഒരു വലിയ ആത്മീയ അനുഭവമായിട്ട് തീരണം. രണ്ടാമത്, ഈ ആരാധനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വി സീ അവർ ഓൺ ഇൻഅഡിക്വസി ആൻഡ് സിൻഫുൾനെസ്. യെശയ്യാ പറഞ്ഞല്ലോ, അയ്യോ എനിക്ക് ദുരിതം, കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ
മധ്യേ വസിക്കുന്നവനുമാകുന്നു. അതിനാൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ എനിക്കോ എൻ്റെ നാവിനോ കഴിയില്ല. ബിക്കോസ് ദൈവത്തിന്റെ പരിശുദ്ധിയോട് അടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പാചകത്തിന് ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലായിരുന്നു. 4 നേരത്തെ ഭക്ഷണം അമ്മ ഉണ്ടാക്കിയിരുന്നത് ഏകദേശം ഒരു 10 മണിക്കൂർ അടുക്കളയിൽ പ്രവർത്തിച്ചിട്ടാണ്. അപ്പോൾ വിറക് വെച്ച് ഊതി അവസാനം വൈകുന്നേരം ആവുമ്പോൾ അമ്മ കണ്ണാടിയിലൊന്ന് നോക്കി കഴിയുമ്പോൾ മുഖത്തെല്ലാം കരിയിരിക്കുന്നു, ചെളിയിരിക്കുന്നു, വേർത്തിരിക്കുന്നു, തലയെല്ലാം ചാരയിരിക്കുന്നു. അപ്പം പറയും, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ കുളിച്ച് ഒന്ന് വെടിപ്പായിട്ട് ഒരു പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ മനസ്സിലൊക്കെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വെടിപ്പാകണം. 1 കുളി, 2 വെള്ള വസ്ത്രം അല്ലെങ്കിൽ പുതിയ ഒരു വസ്ത്രം ധരിക്കുക. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഗതിയാണ്, ബില്ലി ഗ്രഹാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയിരിക്കുകയാണ്, ഒരിക്കൽ ബില്ലി ഗ്രഹാമിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഒരു ടെലിവിഷൻ കമ്പനി വരികയാണ്. അവരുടെ വീടെല്ലാം അവർ അടിച്ചു വാരി, അങ്ങനെ വൈകുന്നേരത്ത് എടുക്കുന്ന അതിനുവേണ്ടി അവരുടെ റൂമെല്ലാം ടിപ്ടോപ്പാക്കി. എന്നാൽ ഈ ടെലിവിഷൻ കമ്പനിക്കാരുടെ വലിയ ശക്തിയായിട്ടുള്ള ലൈറ്റുകളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ റൂമിന്റെ മൂലകളിൽ പൊടിയും അഴുക്കും, മോളിൽ സീലിങ്ങിൽ മാറാലയും ഒക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പൊ അവരെഴുതി, ലൈറ്റ് ഇല്ലാതിരുന്നപ്പോൾ എല്ലാം ടിപ്ടോപ്പ് ആണെന്ന് എനിക്ക് തോന്നി, ലൈറ്റ് വന്നപ്പോൾ മാലിന്യങ്ങൾ കാണാൻ തുടങ്ങി. ദൈവം പ്രകാശമാകുന്നു. ഈ പ്രകാശമാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അയോഗ്യതകള്, നമ്മുടെ പാപങ്ങള്, നമ്മുടെ തഴക്കങ്ങള്, നമ്മളിൽ എവിടെയൊക്കെ ചെളി പറ്റിയിരിക്കുന്നു എന്നുള്ളതൊക്കെ കാണുക. അതുകൊണ്ടാണ് പത്രോസ് അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം പറഞ്ഞു, കർത്താവേ, എന്നിൽ നീ അകന്നു പോകണം, കാരണം ഞാൻ പാപിയാണ്. അത് പത്രോസിന്റെ ഒരു മിസ്റ്റേക്ക് അനുഭവമാണ്. കാരണം കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, അവൻ ദൈവമാണ്. പൗലോസ് പറഞ്ഞു, 1 തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1:15 തൻ്റെ ശിഷ്യനായിരുന്ന തിമോത്തിയോസിന് എഴുതി, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം കമിഴ്ന്ന് കിടന്ന് ദൈവത്തെ ആരാധിച്ചു. മരുഭൂമിയിലെ പൂഴിയിൽ മുഖം താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ പൂഴിയും ചാരവുമാണ്. അങ്ങനെ നമ്മൾ ബൈബിളിലെ എല്ലാ പ്രധാനപ്പെട്ട ഫിഗേഴ്സിനെയും കാണുമ്പോൾ അവർക്ക് സ്വയ അവബോധം, അവർ പാപികളാണെന്നും ബലഹീനരാണെന്നും ദൈവസന്നിധിയിൽ നിൽക്കാൻ അയോഗ്യരാണെന്നും ഒക്കെയുള്ള ആ വലിയ തോന്നലിൽ നിന്നാണ് അവരുടെ ജീവിതത്തിന്റെ സമർപ്പണം ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ആരാധനയുടെ സമയത്താണ് നമ്മൾ പാപികളും ബലഹീനരുമാണെങ്കിലും ദൈവത്തിന്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്നു. ഇവിടെ ഒരു മാലാഖ ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കട്ട എടുത്ത് യെശയ്യായുടെ നാവിൽ തൊട്ടിട്ട് പറഞ്ഞു, യുവർ ഗിൽറ്റ് ഈസ് ടേക്കൺ അവേ ആൻഡ് യുവർ സിൻ ഈസ് അറ്റോൺ ഫോർ. അപ്പോ നിന്റെ പാപം മാറ്റപ്പെട്ടു, നിന്റെ പാപത്തിന് പരിഹാരമായി. അപ്പോഴാണ് യെശയ്യാ പറയുന്നത്, യെശയ്യാ ഒരു സ്വരം ശ്രവിക്കുന്നത്, ആര് എനിക്ക് വേണ്ടി പോകും? ഒന്നാമത്തെ ചോദ്യം, ആരാണ് പോകുന്നത്?
ആര് പോകുന്നു, എന്തിനാണ് പോകുന്നത്? ഈസ് ഗോയിങ് ആസ് അനൗൺസർ. ദൈവത്തിന്റെ രക്ഷ അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ യെശയ്യ താണു വീണ് പറയുന്നു, ഹിയർ ഐ ആം, സെൻഡ് മീ. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഒക്കെ പറഞ്ഞൊരു കാര്യം, വചനം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് ആ കഷ്ടം. 1 കൊരിന്തി 9:16. ഈ വചനം നമ്മൾ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും യേശുവിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ വലിയ സാധ്യതയില്ല. അത് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും യേശു ആരാണെന്ന് അറിയാനുള്ള, ഐ വുഡ് സേ, ബർത്ത് റൈറ്റ്, അവരുടെ ജന്മ അവകാശമുണ്ട്. കാരണം ഈ ലോകത്തിൽ രക്ഷകനായിട്ട് ഒരാളേ ഉള്ളൂ, ഒറ്റയാളേ ഉള്ളൂ ദൈവം രക്ഷകനായിട്ട് അയച്ചത്. ആ രക്ഷകനെ അറിയാതെ ഈ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞു പോലും കടന്നുപോയത്. അതുകൊണ്ട് അവർ യേശുവിനെ സ്വീകരിക്കുകയോ മാമോദീസ സ്വീകരിക്കുകയോ സഭയുടെ ഭാഗമാവുകയോ അത് അടുത്ത കാര്യം. പക്ഷേ പ്രഘോഷിക്കുക എന്നത് എൻ്റെ ദൗത്യമാകുന്നു. ഞാൻ ആ ദൗത്യം ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ആ കഷ്ടം എന്നാണ് പറയുന്നത്. യോഹന്നാൻ 12:21 പെരുന്നാളിന് വന്ന കുറെ ഗ്രീക്കുകാര് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഫിലിപ്പോസിന്റെ അടുത്ത് പറഞ്ഞു, വി വാണ്ട് ടു സീ ജീസസ്, ഞങ്ങൾക്ക് കർത്താവിനെ, യേശുവിനെ കാണണം. അവർക്ക് യേശുവുമായിട്ട് എന്ത് ബന്ധമാണ്? ഇവര് പുറജാതികളാണ്, അവിടെ യഹൂദ ആരാധനയ്ക്ക് വന്നവരാണ്. പക്ഷെ അവരുടെ മനസ്സിൽ യേശുവിനെ കാണണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായി. അത് യേശു അവരെ സ്വീകരിക്കുന്നു. അവര് തീർച്ചയായിട്ടും ഗ്രീക്ക് സഭ അന്നത്തെ ആദ്യകാലങ്ങളിൽ ശക്തമായ ഒരു സഭയായെങ്കിൽ ഒരുപക്ഷെ യേശുവിനെ കാണാൻ വന്ന ഈ ആൾക്കാരിൽ നിന്നായിരിക്കാം വലിയ സഭ അവിടെ ഉണ്ടായത്. ഇതുപോലെ ഹിന്ദുക്കളാണെങ്കിലും ഏത് ജാതിക്കാരാണെങ്കിലും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. യേശു എന്ത് പറഞ്ഞു എന്നറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാനിവിടെ സമ്മറൈസ് ചെയ്യാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്നത് അരമണിക്കൂർ ഇല്ല, 2 മിനിറ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ സമ്മറി, അഡോറേഷൻ ബിഫോർ ആക്ടിവേഷൻ. നമ്മൾ പ്രവർത്തന സജ്ജരായിട്ട് ആരാണ് ഈ പ്രസംഗത്തിന്റെ ടെക്നിക്സ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പ്രസംഗകല, അത് വേറൊരു വിഷയമാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് വചനപ്രഘോഷണത്തിന്റെ ദൈവശാസ്ത്രപരമായ അതിൻ്റെ ഒരു ആത്മീയമായ തലത്തെക്കുറിച്ചാണ്. അതിൻ്റെ ടെക്നിക്സ്, എങ്ങനെ കഥ കൊണ്ട് തുടങ്ങണം, എങ്ങനെ ഉപമകൾ എടുത്തുപയോഗിക്കണം, അതൊക്കെ അതിൻ്റെ ടെക്നിക്സ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത്, ഒന്ന്, അഡോറേഷൻ ബിഫോർ ആക്ടിവേഷൻ. 2, റിയലൈസേഷൻ ബിഫോർ വിഷ്വലൈസേഷൻ. പറഞ്ഞാൽ ഏതാണ്ട് ബൊംബാസ്റ്റിക് പദങ്ങൾ പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. റിയലൈസേഷൻ, അതായത് നമ്മൾ ആരാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ദൗത്യം എന്താണെന്ന് അറിയത്തുള്ളൂ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ദൈവം ആരാണെന്നും നമ്മൾ ആരാണെന്നും സ്വയം അറിയുക. ഇതിൽ നിന്നാണ് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാൻ സാധിക്കും. 3, യെശയ്യ സമർപ്പിച്ചതുപോലെ, ദൈവമേ ഇതാ ഞാൻ, എന്നെ എടുത്ത് ഉപയോഗിച്ചാലും. നിങ്ങൾക്കറിയാം ഫ്രാൻസിസ് അസിസിയുടെ മനോഹരമായ പാട്ട്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ ലവ്. നിന്റെ കരത്തിൽ ഞാനൊരു ഉപകരണമാണ്, നീ എന്നെ എടുത്ത് ഉപയോഗിച്ചാലും എന്ന് പറഞ്ഞ് സ്വയം വിട്ടുകൊടുക്കണം. ഈ വിട്ടുകൊടുക്കൽ നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ പ്രഘോഷണമൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിരിക്കും. ബിഫോർ കോൺഫിർമേഷൻ, കോൺസക്രേഷൻ ബിഫോർ കോൺഫിർമേഷൻ.
പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ചങ്ങ് നടക്കുവാണ് ലോകം മുഴുവൻ. അവസാനം 14 വർഷം പ്രസംഗിച്ച ശേഷമാണ് അദ്ദേഹത്തിന് പ്രധാന ശിഷ്യന്മാരെ, അന്നത്തെ പ്രധാന ശിഷ്യന്മാര് ജെറുസലേമിലെ മെത്രാനായിരുന്ന കർത്താവിന്റെ സഹോദരൻ യാക്കോബിനെയും ശിഷ്യന്മാരുടെ തലവനായിരുന്ന പത്രോസിനെയും കാണാൻ വേണ്ടി ജെറുസലേമിൽ വരും. എന്തിനാണ് വന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാൻ ഓടുന്നതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി എനിക്ക് അപ്പസ്തോലന്മാരുടെ ഒരു കൈവപ്പ് അല്ലെങ്കിൽ ഒരു അംഗീകാരം എനിക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ പാഴ്വേലയാണ് ചെയ്യുക. അപ്പസ്തോലന്മാര് പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നതെന്ന് ഇതൊന്ന് എന്താ പറയുക, ഒന്ന് വെയ് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് 14 വർഷത്തെ പ്രസംഗത്തിന് ശേഷം പത്രോസ് ശിഷ്യന്മാരുടെ അടുത്ത് അംഗീകാരത്തിനായിട്ട് വന്നു. നമ്മള് ഇപ്പോൾ മലങ്കര സുവിശേഷ സംഘത്തിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. പരിശീലനത്തിന് ശേഷം ഒരു പ്രാർത്ഥനയും കൈവപ്പുമുണ്ട്. പൗലോസിനെയും ബാർണബാസിനെയും അന്ത്യോക്യയിലെ അനേക ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം അവരുടെ കൈവപ്പ് കൊടുത്തിട്ട്, മൂപ്പന്മാര് അവർക്ക് കൈവപ്പ് കൊടുത്തിട്ടാണ് പൗലോസും ബാർണബാസും പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സഭ ഒരു ഹൈറാർക്കിയാണ്. അതുകൊണ്ട് സഭയുടെ ഒരു അംഗീകാരവും ഒരു ആശീർവാദവും ഒരു കൈവപ്പും ഇതിന് ആവശ്യമാണ്. അതിന്റെ അവസാനത്തെ സംഗതി. പ്രിയപ്പെട്ടവരെ, എനിക്കും ഈ വചനവർഷത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന നിലയിൽ ഏതാണ്ട് 1000 പേരോളം ഈ കോഴ്സിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. ഇന്ന് ഒരു 500ഓളം പേര് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് സഭയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നല്ല ഉത്സാഹത്തോടെ സമർപ്പണത്തോടെ മുമ്പോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സ്നേഹമുള്ള സഹോദരങ്ങളെ, 15 വർഷത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ അഭിമന്യ യൂലിയോസ് പിതാവാണ് 15 വർഷമായി ബന്ധപ്പെട്ട ലീനേമിന്റെ എല്ലാം തയ്യാറാക്കിയത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. നമുക്ക് 15 വർഷത്തിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ വചനം പ്രഘോഷണ പരിശീലനം നമ്മൾ നടത്തുമ്പോൾ ഈ ആമുഖ ക്ലാസ്സിൽ നമുക്ക് ആഴപ്പെട്ട ചിന്തകൾ നമ്മോട് പങ്കുവെച്ചു. നമ്മോടൊപ്പമായിരുന്നു. നമുക്ക് വേണ്ടുന്ന ശക്തിയും ബലവും തന്നു. അപ്പം ഇന്ന് പിതാവിന്റെ വലിയ സ്നേഹത്തിനും പിതാവിന്റെ വലിയ താല്പര്യത്തിനും എല്ലാവരുടെയും പേര് ഞാൻ അക്കിന്ന പിതാവിനോട് പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ ഇനിയിപ്പോൾ പ്രായോഗികമായ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 1048 പേരോളം നമുക്ക് പേര് തന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത ലിങ്ക് 1000 പേർക്കുള്ളതാണെന്ന് കരുതി, പക്ഷേ അത് 500ആയിട്ട് നമുക്കത് ടെക്നിക്കൽ ഡിഫോൾട്ട് പറ്റിയതാണ്. ഈ ഇന്നത്തെ ക്ലാസ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ നിങ്ങൾക്ക് മലങ്കര കാതലിക് TV-യിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ബാക്കി 500 പേർക്ക് ഇതിൽ സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ വേദന ഞാനും ഉൾക്കൊള്ളുന്നു. എൻ്റെ പിഴ എൻ്റെ മഹാപിഴ എന്ന് ഗദ്യം കുർബാനയിൽ പറയുന്ന പോലെ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ കേൾക്കാത്തവരാണ്, അവരോടാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് ടെക്നിക്കൽ ഫോൾട്ടാണ്, സാരമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് പരിഹരിക്കാം. അടുത്ത ബുധനാഴ്ച വൈകിട്ട് നമുക്ക് 1000 പേരുടെ പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും അത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ രൂപതയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇല്ലെങ്കിൽ മലങ്കര കാതലിക് TV-യിലെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് അതിനകത്ത് പ്രയാസപ്പെടേണ്ടെന്ന് അറിയിക്കട്ടെ. ഞാൻ 15 വർഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രഘോഷണ പരിശീലനത്തിൻ്റെ ചില പ്രായോഗിക കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിനുശേഷം സിസ്റ്റർ മേരി പ്രസാദ്, അതിനുശേഷം ബഹുമാനപ്പെട്ട ബെനഡിക്ട് അച്ഛൻ, അവസാനം സിസ്റ്റർ സോഫിയ പോള് വേദഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കും. നമുക്ക് 1000 പേരാണ് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറ്റുന്നത്. ഇത്രയും പേര് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 1048 പേരുണ്ട്. അത് ചിലരൊക്കെ 2 പേരൊക്കെ ഒന്നിച്ചുള്ളതാണ്. അപ്പം
അത് 1000 പേർക്ക് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം മുതൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പരിശീലന പരിപാടി നടത്തുന്ന 5 പേരാണ്. അത് ഇതിൻ്റെ കോർഡിനേറ്റർ നിലയിൽ ഞാനുണ്ട്. അതുപോലെ തന്നെ ഈ ബൈബിൾ അപ്പോസ്റ്റലേറ്റുമായി ബന്ധപ്പെട്ട എൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ സിറിലാനന്ദ് അച്ഛൻ OSC, അതുപോലെ തന്നെ സുവിശേഷ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെനഡിക്ട് മൂഴിക്കര OSC അച്ഛൻ, അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ്, സിസ്റ്റർ ഡോക്ടർ സോഫിയ പോൾ. ഈ 5 പേരാണ് ഈ പരിശീലന പരിപാടിയിൽ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ 5 പേരിൽ 3 പേര് എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾ 3 പേരുണ്ടായിരിക്കും. 5 പേര് ചിലപ്പോൾ ഒന്നിച്ച് കാണണമെന്നില്ല, പക്ഷെ ഞങ്ങൾ 3 പേര് എല്ലാ മീറ്റിങ്ങിലും ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളുടെ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ 35 ആഴ്ചയിലാണ് ഈ പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ 35 ആഴ്ചയിലേക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രോഗ്രാം. ആദ്യത്തെ 5 ആഴ്ചകൾ വചനം എങ്ങനെ ഒരുങ്ങണം, ഒരു വേദഭാഗം എടുത്താൽ എങ്ങനെ പ്രസംഗിക്കണം എന്നതിൻ്റെ പ്രായോഗിക കാര്യങ്ങളാണ് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. ഒരു വേദഭാഗം പെട്ടെന്ന് കണ്ടു, നമ്മൾ എങ്ങനെയാണ് ആ വേദഭാഗം ഒരുങ്ങേണ്ടത്, ആ കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ചയിൽ അതിന് കൃത്യമായിട്ട് അടുത്ത 5 ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മൾ വെറും കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ്. അപ്പോൾ 35 ക്ലാസ്സിൽ ആദ്യത്തെ 5 ക്ലാസ്സുകൾ വചനം എങ്ങനെ ഒരുങ്ങണം, അതിൻ്റെ വിവിധങ്ങളായ മാർഗങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണമുള്ള ബോധ്യം തരും. അതിനുശേഷം വരുന്ന 30 ആഴ്ചകളിൽ 1.5 മണിക്കൂർ നമുക്കുള്ള 8 മുതൽ 10 വരെ 3 പേർക്ക് പ്രസംഗിക്കാനായിട്ട് അവസരം ഉണ്ടാകും. 8 മുതൽ 10 മിനിറ്റ് വരെ ആയിരിക്കും പ്രസംഗിക്കാനുള്ള സമയം. 9ാമത്തെ മിനിറ്റ് ആകുമ്പോൾ ഒരു വാർണിംഗ് തരും. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് അവസാനിപ്പിക്കണം. 8 മുതൽ 10 വരെ മിനിറ്റ് സമയം. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൽ ഒരാൾ 10 മിനിറ്റ് സംസാരിച്ചു, ബാക്കി 20 മിനിറ്റ് 3 പേര് ഇവാലുവേഷൻ നടത്തും. നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഇരിക്കുന്നവരാരും ഇവാലുവേഷൻ നടത്തുക. അതിനുശേഷം ഞങ്ങൾ 3 പേര് ഇനി പൊതു ഇവാലുവേഷൻ നടത്തും. അതായത് ഒരു പ്രസംഗം പറയാനും ഇവാലുവേഷൻ നടത്താനും അരമണിക്കൂർ സമയമാണ്. അങ്ങനെ 3 പേർക്ക് ഒരു ദിവസം പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ 30 ആഴ്ചയിലായിട്ട് 100 പേർക്ക് നമുക്ക് ഓൺലൈനിൽ പ്രസംഗിക്കാനും അതിൻ്റെ ഇവാലുവേഷനും ഈ ഗ്രൂപ്പിൽ തന്നെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഒരാഴ്ച മുമ്പ് വിഷയം തരും. അടുത്ത ബുധനാഴ്ച വൈകിട്ടത്തെ പ്രസംഗത്തിന് ഈ ബുധനാഴ്ച വൈകിട്ട് വിഷയം തരും. ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് ഒരുങ്ങാനാണ്. എല്ലാവരും 1000 പേരും നിങ്ങൾ ഒരുങ്ങി കൃത്യമായിട്ട് വരിക. നിങ്ങൾ പ്രസംഗിക്കുന്ന ആളെ ഞങ്ങൾ ലോട്ടിട്ടെടുക്കും. എന്നിട്ട് 2 മണിക്കൂർ മുമ്പ് നിങ്ങളെ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് പറയും, ഇന്ന ആൾക്കാണ് ലോട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുക. 6 പേരെ വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ഫോൺ വിളിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളായിരിക്കും എന്ന് പറയേണ്ടത്. അപ്പോൾ 2 മണിക്കൂർ നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് ഒരുങ്ങാൻ, ഒരു ഇമ്മീഡിയറ്റ് ഒരുക്കത്തിന് വേണ്ടിയാണ് 2 മണിക്കൂർ മുമ്പ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ആ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ പെട്ടെന്ന് ഒന്നുകൂടെ ഒരുങ്ങി അതിനുവേണ്ടി പ്രസംഗിക്കാൻ ഒരുങ്ങാൻ വേണ്ടിയാണ് ഇപ്രകാരം ഉള്ള സമയം തരുന്നത്. അതിനുശേഷം ഇവാലുവേഷൻ നടത്തുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ നോക്കിയിട്ട് ഒരാളുടെ പേരങ്ങ് പറയുകയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രസംഗം കേട്ടിരിക്കുക. ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നതൊക്കെ നമ്മൾ പഠിപ്പിക്കും. 5 ക്ലാസ്സുകളൊക്കെ അതൊക്കെ ഉണ്ട്. ഒരു പ്രസംഗം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് പ്രസംഗം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ കൃത്യം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രസംഗം ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രസംഗങ്ങളെയും ബെറ്റർ ആക്കാനായിട്ട് അത് കൂടുതൽ സഹായിക്കും. മറ്റൊന്നുള്ളത്, സ്ക്രീനിൽ വന്നിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓണാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നോക്കിയൊരു 7-8 സെറ്റ്, അതായത് ഒരു പകുതി പേര് വീഡിയോ ഓണാക്കിയിട്ടുണ്ട്, ബാക്കി പകുതി പേര് ഓണാക്കിയിട്ടില്ല. ഞാൻ മുന്നോട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പം നിങ്ങൾ സ്ക്രീനിൽ വരുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങൾ വീഡിയോ ഓണാക്കാനായിട്ട് പരിശ്രമിക്കുക. കാരണം ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാണ് വിളിക്കുന്നത്. മറ്റൊന്നുള്ളത്, നിങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു കോഡ് നമ്പറുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കി അറിയാം 575 MPA ഒരു അങ്കിള് സ്ക്രീനിലുണ്ട്. അപ്പോൾ CO ജയിക്കപ്പ് 575 MPA മൂവാറ്റുപുഴ 575 679 PTA. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടും. പത്തനംതിട്ട രൂപതയിൽ 679. മാത്യു എന്ന് പലരും കാണും. മാത്യു PP ഞങ്ങളുടെ പേര്, പക്ഷേ മാത്യു PP പലരും കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോഡ് നമ്പർ ഉണ്ട്. ആ കോഡ് നമ്പർ നിങ്ങൾ ഇതിൽ കയറുമ്പോൾ
അടിച്ചു വേണം കയറാൻ. നിങ്ങൾ എപ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്താലും നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോഡ് നമ്പർ, അത് നിങ്ങളുടെ പേരും കൂടെ, ഇപ്പം ഇത് സ്ക്രീനിൽ തന്നെ ഒരു പകുതി പേരുടെ കോഡ് നമ്പർ ഇല്ല. അപ്പം നമുക്ക് പറയുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ കോഡ് നമ്പർ അടിച്ച് വേണം ഇതിൽ കയറാനുള്ള കാര്യം പ്രത്യേകമായിട്ട് ഉറപ്പിക്കട്ടെ. ഈ 35 പരിശീലനം പൂർത്തിയായി കഴിയുമ്പോൾ 5 പരിശീലനം അതിൻ്റെ ഒരുക്കവും ബാക്കി 30 ആഴ്ചകളിലെ പരിശീലനം അതിൻ്റെ പ്രാക്ടീസും കഴിഞ്ഞ് കഴിയുമ്പോൾ രൂപത കേന്ദ്രീകരിച്ച് 3 ദിവസത്തെ ഒരു ഓഫ്ലൈൻ പരിപാടി, അതായത് ഒരു രൂപത ഒരു 100-150 പേരൊക്കെ ആയിരിക്കും ഉള്ളത്. ചില രൂപത 100, 150, 90 ഒക്കെയാണ്. അവർക്ക് രൂപതാ കേന്ദ്രത്തിൽ വെച്ച് ഒരു ഓഫ്ലൈൻ പരിപാടി 3 ദിവസത്തെ ഉണ്ടായിരിക്കും. അവിടെ വെച്ചും ഇതിൻ്റെ പരിശീലനമാണ് നമ്മൾ നടത്തുക. അപ്പൊ അങ്ങനെ അപ്രകാരം അതിൽ വന്ന് സംബന്ധിച്ച് ഇത് പൂർണ്ണമാക്കുന്നവർക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന കാര്യം പ്രത്യേകമായിട്ട് കൊടുക്കുന്നതെന്ന കാര്യം ഓർപ്പിക്കട്ടെ. മറ്റൊന്നുള്ളത്, നിങ്ങൾക്ക് തരുന്ന ലിങ്ക് നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കരുത്. വളരെ പേഴ്സണലാണിത്. നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തെങ്കിൽ 1000 പേരുടെ അത് 1000 പേർക്ക് കൃത്യമാണ്. ഞാൻ 1000 പേർക്ക് 1048 പേരുടെ പേരുണ്ട്. അപ്പൊ നിങ്ങൾ വേറൊരാൾക്ക് നമ്മുടെ കൂട്ടുകാരിയാ അദ്ദേഹം ഒന്ന് കേട്ടോട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ലിങ്ക് കൊടുത്താൽ രജിസ്റ്റർ ചെയ്ത ആളിന് കയറാൻ പറ്റത്തില്ല. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങൾക്ക് ലിങ്ക് തരുന്നത്. ഇറ്റ് ഈസ് ഓൺലി പേഴ്സണലി ഫോർ യു. ആ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം. ഡോണ്ട് ഷെയർ ദി ലിങ്ക് ടു എനിബഡി. മറ്റൊന്നുള്ളത്, ഇത് കോമൺ പ്ലാറ്റ്ഫോമിൽ പോയാൽ മലങ്കരക്കാരല്ലാത്തവരും സഭാവിരുദ്ധരും ഒക്കെ വേണമെങ്കിൽ അത് കയറാം. അങ്ങനെയൊക്കെയുള്ള അപകടവും പറ്റും. അതുകൊണ്ട് ഇറ്റ് ഈസ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ കരുതണം. ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്നുള്ളത്, ഒരു POCയുടെ ഒരു പഠന ബൈബിളുണ്ട്. പഠന ബൈബിൾ നിങ്ങൾ കാണാം. ഇതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്ന പഠന ബൈബിൾ എന്ന് നിങ്ങൾ കാണാതിരിക്കണ്ടോ? പഠന ബൈബിൾ പുതിയ നിയമത്തിന് മാത്രം. ഇതൊരു സാധാ ബൈബിളിന്റെ വലിപ്പത്തിനുണ്ട്. ഈ ഒരു ബൈബിൾ നിങ്ങൾ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത പ്രാവശ്യത്തിൽ ഞാനത് ചോദിച്ചിട്ട് വെക്കാം. POC കിട്ടും. ഏതായാലും ഇതിനകത്ത് അത്യാവശ്യമുള്ള ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. പകുതി ഭാഗം അതിൻ്റെ ടെക്സ്റ്റും ബാക്കി പകുതി ഭാഗം അതിൻ്റെ വ്യാഖ്യാനവും. ഒരു വേദഭാഗം എടുത്താൽ അത്യാവശ്യം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും പ്രീ ടെക്സ്റ്റും എല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്കൊരു വേദഭാഗം എടുത്താൽ അതിന് മുൻപെന്ത് പറഞ്ഞിരിക്കുന്നു, പിൻപെന്ത് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതൊക്കെ ഒരു പരിധി വരെ അത്യാവശ്യം നമുക്കൊരു വേദഭാഗം മനസ്സിലാക്കാൻ ഈ പുസ്തകം വളരെ ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ POCയുടെ ഈ ഒരു പഠന ബൈബിള് എല്ലാവരും ഇത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക. അത് POCയിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാതെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടും. പുതിയ നിയമത്തിന്റെ മാത്രമാണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. ബാക്കി പിന്നെ നമുക്ക് കമന്ററികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അന്വേഷിച്ചാൽ ഒരു വേദഭാഗം കിട്ടുമ്പോൾ അടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ കമന്ററികൾ യൂട്യൂബിൽ കിട്ടും. അത് നമുക്ക് പരിശീലനത്തിനായിട്ട് ഒരുങ്ങാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൊതുവായിട്ട് ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പിതാക്കന്മാർ രണ്ടുപേരോട് പറഞ്ഞു, ബാബാ തിരുമേനിയും ജൂലിയോസ് പിതാവും 1048 പേര് ഈ ഒരു കാര്യത്തിൽ സഭയാകമാനം വചനപ്രഘോഷണ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സഭയിൽ ആദ്യമായി. അത് 7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടിയിൽ 1050 പേര് പങ്കെടുക്കുന്നു പറയുമ്പോൾ സത്യത്തിൽ ദൈവസന്നിധിയിൽ ദൈവമാണ് ഏറ്റവും കൂടുതൽ ആനന്ദിക്കുക. ഇത്രയും ആളുകൾ ഒരു സഭയിൽ ഒന്നിച്ച് ഈ ഒരു പരിശീലനത്തിനായിട്ട് സംബന്ധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാം അനുമോദിക്കുന്നു. ഈ സന്ധ്യയിൽ രാത്രിയിൽ വലിയ ത്യാഗം എടുത്ത് വന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഞാൻ സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട മേരി പ്രസാദ് സിസ്റ്റർ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ സിസ്റ്റർ ഇപ്പോൾ നമ്മോട് സംസാരിക്കും. സിസ്റ്റർ സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ സുവിശേഷ സംഘക്കാർക്ക് വേണ്ടി കഴിഞ്ഞ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വനപ്രഘോഷണം നടത്തി. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിത്തിരിച്ചത്. കാരണം ആ 100 പേർക്ക് വേണ്ടി കൊടുത്ത പരിശീലനത്തിലൂടെ അവരെ നല്ലവണ്ണം വചനം പ്രഘോഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ബലം തന്നുകൊണ്ടാണ് ഇപ്രകാരം 1000 പേർ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ദൈവം ഇട തന്നത്. ബഹുമാനപ്പെട്ട മേരി പ്രസാദ് സിസ്റ്റർ ഇപ്പോൾ സംസാരിക്കും. സിസ്റ്റർ കേൾക്കുന്നില്ലല്ലോ. മേരി പ്രസാദ് കേൾക്കുന്നില്ല. ബെനഡിക്ട് അച്ഛൻ കേൾക്കുന്നുണ്ടോ സിസ്റ്റർ പറയുന്നത്? ഇപ്പം കേൾക്കാം.
പ്രധാനമായിട്ടും ഇത് ഇപ്പം പിന്നെയും പോയി. സിസ്റ്റർ ബെനിറ്റേച്ചിന്റെ കമ്പ്യൂട്ടറിലോട്ട് വന്നിരിക്കും. ബെനിറ്റേച്ചി ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ വന്നിരിക്കും. പ്രധാനമായിട്ടും ചെറുതും വലുതുമായ വേദികളിൽ സഭയോട് ചേർന്ന് വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശീലനം നൽകുക. അതുകൊണ്ട് ഈ പരിശീലനത്തിന് ശേഷം അതിനു മുൻപും ഒക്കെ പോയി പ്രസംഗിക്കുവാനായിട്ട് മനസ്സും താല്പര്യവും ഉള്ളവരാണ് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇത് ഒരു കേൾവിക്ക് വേണ്ടി മാത്രമല്ല, കുറച്ച് ഇത് അങ്ങനെ നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടി ഉള്ളതല്ല. ഇത് നമ്മൾ സഭയിൽ പ്രസംഗിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്ലാസ് കേട്ട് പോകുന്ന എന്നതിനപ്പുറത്ത് പ്രാക്ടിക്കലായിട്ട് സഭയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടായി മാറണം എന്നൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അഭിവന്യ ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും പറഞ്ഞതുപോലെ ആ ഒരു മൈൻഡ് സെറ്റപ്പ് നമുക്കുണ്ടായിരിക്കണം എവിടെയൊക്കെ വേദികളിൽ പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനിവിടെ പറഞ്ഞ ഒരു കാര്യം അതിനോട് ചേർത്ത് പറയുകയാണ്, എല്ലാവരും ബൈബിളും ഒരു ബുക്കും സ്ഥിരമായിട്ടൊരു ബുക്കും കൊണ്ടുവരിക. അതിനകത്ത് ഓരോ വ്യക്തികളും പ്രസംഗിക്കുമ്പോൾ അതിന്റെ ആ ഭാഗത്തിന്റെ നന്മകള് അതിന്റെ കുറവുകളും ഒക്കെ എഴുതി വെക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഓണാക്കി നോട്ട് എഴുതുന്നൊരു ക്ലാസിന്റെ ഷേപ്പിൽ തന്നെ വേണം ഇരിക്കാൻ. അപ്പൊ പിതാവ് അത് സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാവരുടെ കയ്യില് സ്ഥിരമായി ഉപയോഗിക്കാൻ ഒരു പെന്നും ഒരു നോട്ടും ബൈബിളും ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർപ്പിക്കാം. 8:15 ഈ സൂം അക്കൗണ്ട് തുറക്കുന്നതായിരിക്കും. നമുക്ക് 8:30 ക്ലാസ്. 8:15 അത് തുറക്കുകയും അപ്പോൾ നേരത്തെ തന്നെ ഇതിന്റെ കോഡ് നമ്പറൊക്കെ അടിച്ച് പ്രവേശിക്കുകയും ഒരു മിനിറ്റ് പോലും കളയാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ എല്ലാവരും സൂമിൽ പ്രവേശിക്കുക. എനിക്ക് തോന്നുന്നു 8:45 ആകുമ്പോൾ നമുക്കിത് ലോക്ക് ആക്കാൻ തോന്നുന്നു. ഇതാവേ ഈ സൂം ലോക്ക് ആക്കാം, പിന്നെ കയറാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ പലപ്പോഴും കയറുക ഇറങ്ങുകയും ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ വരും, കയറുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. അത് ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. ഇപ്പൊ ഒരു 15 മിനിറ്റിനുള്ളിൽ മാക്സിമം അപ്പൊ അങ്ങനെ ലോക്ക് ആക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂമില് ഈ വീഡിയോ ഓൺ ആകാതിരിക്കുന്നവരെ റിമൂവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാതിരിക്കുന്ന സ്ഥിരമായി വീഡിയോ ഓൺ ആക്കാതിരിക്കുന്നവരെ അങ്ങനെ അത് നമ്മുടെ ഡിസിപ്ലിനോട് കൂടി കൃത്യമായ ഒരു ക്ലാസിന്റെ ക്രമത്തോടും ഡിസിപ്ലിനോടും കൂടെ, പ്രത്യേകിച്ച് വസ്ത്രധാരണ ഇരിപ്പൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ വീടുകളിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമോ, സ്ത്രീകളും പുരുഷന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഡിസിപ്ലിനോട് കൂടി വസ്ത്രധാരണം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒക്കെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധയുണ്ടായിരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഓരോ വ്യക്തികളും ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് വ്യക്തമായി നോട്ട് എഴുതിയെടുക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇവാലുവേഷന്റെ സമയത്തൊക്കെ കൃത്യമായി എഴുതി ഒരുങ്ങുകയാണ്. ഓക്കെ, അവസാനം ഈ അതായത് എത്ര പ്രസംഗങ്ങളാണോ ഇവിടെ ഹോംവർക്ക് ആയിട്ട് തരുന്നത്, അപ്പൊ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഹോംവർക്ക് തരും. ആ ഹോംവർക്ക് അനുസരിച്ച് പ്രസംഗം എഴുതിയത് രൂപത കേന്ദ്രങ്ങളിലുള്ള പരിശീലനം നടക്കുമ്പോൾ നിങ്ങളുടെ എഴുതിയ കോപ്പി സമർപ്പിക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഞാൻ പോയ വഴിക്ക് ഒരു ടീച്ചർ ഒരു വലിയ തീസിസ് പോലെയാണ് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഡിസൈൻ ചെയ്ത് പടമൊക്കെ വെച്ച് നന്നായിട്ട് വളരെ മനോഹരമായിട്ട്. അപ്പോൾ അങ്ങനെ അത്ര പ്രിന്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കൈകൊണ്ട് എഴുതിയ A4 സൈസിൽ എഴുതി ആ 20 പ്രസംഗങ്ങളുമായിട്ട്, അതാണ് പരീക്ഷ. ഇതിന് പരീക്ഷ ഉണ്ടോന്ന് ചോദിക്കുക. അങ്ങനെ വേണ്ട പിതാവേ? അതെ, അതായത് 35 ഗ്യാതറിങ്ങിന്റെ 30 പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ 30 പ്രസംഗങ്ങൾ നിങ്ങളതിനെ ഒരുങ്ങണം. പ്രസംഗിക്കുന്ന 100 പേരെ പ്രസംഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാവരും അത് ഒരുങ്ങി വരണം. ആ ഒരുങ്ങി നിങ്ങളുടെ റൈറ്റപ്പ് കയ്യിലുണ്ടാകണം. ആ റൈറ്റപ്പ് നിങ്ങൾ രൂപത മീറ്റിങ്ങിൽ വരുമ്പോൾ, ഓഫ്ലൈൻ മീറ്റിംഗ് വരുമ്പോൾ ആ 30 പ്രസംഗങ്ങളും നിങ്ങളുടെ കയ്യിൽ എഴുതിയതുണ്ടായിരിക്കണം. അതാണ് അതിന്റെ പരീക്ഷയുടെ പ്രധാന സാധനം. അതാ 30 പ്രസംഗം നിങ്ങൾ ഒരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ആ 30 പ്രസംഗം ഒരുങ്ങുമ്പോൾ നിങ്ങൾ 30 പ്രസംഗം പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചത്തേക്ക് 3 പേർക്ക് പ്രസംഗിക്കാൻ സാധ്യതയുള്ളപ്പോൾ 1000 പേര് ഒരുങ്ങുകയാണ്. 1000 പേര് ഒരുങ്ങുക. അപ്പൊ നിങ്ങൾ 1000 പേര് ഒരുങ്ങി എഴുതി വെച്ച പ്രസംഗം, അങ്ങനെ 30 പ്രസംഗം നിങ്ങൾ ഒരുങ്ങി നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കും. അപ്പൊ രൂപതാ പരിശീലനത്തിൽ വരുമ്പോൾ എഴുതി കൊണ്ടുവന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് അതിന്റെ പരീക്ഷയായിട്ട് നമ്മൾ അതിന്റെ വെക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ബാക്കി സിസ്റ്റർ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന് അമാന്തമാരും വിചാരിക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. പിന്നെ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സംശയം ചോദിക്കുകയോ കാര്യങ്ങളൊക്കെ ചെറിയ നോട്ട് അല്ലെങ്കിൽ ചെറിയ
വചന വ്യാഖ്യാനത്തിന്റെ പേജുകളൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും, നമുക്കൊരു സഹായകരമായിട്ട്. അപ്പോൾ അത് എല്ലാം സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ഇച്ചിരി വായിക്കാനൊക്കെ ചില സംഭവങ്ങൾ പരസ്പരം ഇട്ട് മറ്റുള്ളവരെ സഹായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പരിശീലനം മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സാധ്യത കിട്ടുന്നിടത്തൊക്കെ പ്രസംഗിച്ചും പഠിക്കുക. ഇപ്പൊ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് ഒരുങ്ങി എഴുതി പ്രസംഗിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ക്രമത്തോടും ചിട്ടയോടും ഡിസിപ്ലിനോടും കൂടി വരുമ്പോൾ കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്പറിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഒന്നിച്ച് ഈ പരിശീലനം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് പൂർത്തിയാക്കാം. ഏറെ പേരെയും പരിചയമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സന്ധ്യ ആശംസിക്കുന്നു. ഓക്കെ, മേരിപ്രസാദ് സിസ്റ്റർ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഇപ്പോഴേ ബഹുമാനപ്പെട്ട ബെനഡിക്ട് മുടിക്കരയച്ചൻ അച്ഛന് സുവിശേഷത്തിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഈ പ്രസംഗ പരിശീലനത്തിനെല്ലാം അച്ഛനാണ് നേതൃത്വം കൊടുത്തത്. ഇനി സന്ധ്യയിൽ അച്ഛൻ ഇപ്പോൾ നമുക്ക് താങ്ക്സ് പറയും. നമുക്ക് കൃത്യം 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. ഇപ്പൊ അച്ഛൻ താങ്ക്സ് പറയും. ശേഷം സിസ്റ്റർ സോഫിയ പോള് ഒരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിക്കും. അവസാനത്തെ ബ്ലെസ്സിങ്ങോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് പൂർത്തിയാക്കാം. ഇന്നത്തെ ഒരു ഉദ്ഘാടന മീറ്റിംഗ് മാത്രമാണ്. അടുത്ത ആഴ്ച മുതലാണ് പ്രോപ്പർ ക്ലാസ് തുടങ്ങുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ അടുത്ത ആഴ്ച 1.5 മണിക്കൂർ സമയവും അതിന്റെ കൃത്യം പ്രസംഗ വിഷയം ഒരുങ്ങുന്ന രീതികളും അതിന്റെ വഴികളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. നമുക്ക് അച്ഛന്റെ അവസാനത്തെ നന്ദി പ്രകാശനത്തിനായിട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെ, ആരാണ്ട് സംശയം ചോദിച്ചിരുന്നു, എവിടെയാണ് ഈ കോഡ് നമ്പർ എന്ന് അച്ഛൻ പറയുന്നത്? ശ്രദ്ധിക്കുക, നിങ്ങളുടെ രൂപത ഡയറക്ടർക്ക്, നിങ്ങളുടെ രൂപതയുടെ ഡയറക്ടർക്ക് ഉദാഹരണം പറഞ്ഞാല് തിരുവനന്തപുരം രൂപതയെന്ന് 200 പേര് തന്നിട്ടുണ്ടെങ്കിൽ 200 പേരുടെ പേരും ഞങ്ങൾ ഇവിടെ സ്വീകരിച്ച് അവർക്ക് കോഡ് നമ്പർ ഇട്ട് രൂപത ഡയറക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. രൂപത ഡയറക്ടർ നിങ്ങളുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ രൂപത ഡയറക്ടറോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ രൂപതയുടെ ഡയറക്ടറുടെ ഒരു സൂം ലിങ്ക് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, സൂം അല്ല, വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങളുടെ നമ്പർ നോക്കിയാൽ മതി. രൂപതയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പ്രസംഗ പരിശീലനത്തിന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓരോ രൂപതയ്ക്ക്. അപ്പൊ അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് പേര് കാണും. ഓക്കെ അച്ഛൻ. അഭിനന്ദ പിതാവേ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ 35 ആഴ്ചകളും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. 1-2 കാര്യങ്ങളൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏകദേശം 1060ഓളം പേരാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 15 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് SIC ബദനി സിസ്റ്റേഴ്സ്, രണ്ടാമത്തത് DM സിസ്റ്റേഴ്സ്, തിരുവനന്തപുരം മേജർ അതിരൂപത TVM എന്ന കോഡ്, തിരുവല്ല അതിരൂപത TLA എന്ന ഗ്രൂപ്പ്, ബത്തേരി BTR, MVK മാവേലിക്കര, PTA പത്തനംതിട്ട, MBA മൂവാറ്റുപുഴ, PTR പുത്തൂർ, PSA പാറശാല, KDK ഖഡ്കി പൂനെ, GRG ഗുഡ്ഗാവ് ഡൽഹി, UAE ആൻഡ് സൗദി അറേബ്യ ഒരു ഗ്രൂപ്പാണ്, അത് UAE എന്ന ഗ്രൂപ്പിലാണ്. അതുപോലെ IRL UK, അയർലൻഡിലും UKയും എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ USA ഉള്ളവർക്ക് ഒരു ഗ്രൂപ്പ്. അങ്ങനെ കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, യൂറോപ്പ്, ഇങ്ങനെ എല്ലാ നോർത്ത് അമേരിക്ക എല്ലാ അംഗങ്ങളും തുടങ്ങുന്ന 1600 പേരാണ് ഈ ഗ്രൂപ്പിൽ ഈ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഇനിയുള്ള ദിവസങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണ പരിശീലനത്തിലേക്ക് പോകുന്നത്. എല്ലാവരും തന്നെ അവരുടെ കോഡ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. സിസ്റ്റേഴ്സ് ആണെങ്കിൽ 2 അല്ലെങ്കിൽ 5ാമത്തെ നമ്പർ ആണെങ്കിൽ 5 SIC എന്നിട്ട് സിസ്റ്ററിന്റെ പേര്. ഇപ്പോൾ ബത്തേരി എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ 228 ആണെങ്കിൽ BTR ഇന്ന വ്യക്തിയുടെ പേര്. അങ്ങനെ എല്ലാവരും പേര് ആദ്യം അവരുടെ നമ്പർ ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞ് അവരുടെ ബാർ ഇട്ടിട്ട് അവരുടെ രൂപതയുടെ കോഡ് ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞ് അവരുടെ പേരും. എങ്കിൽ മാത്രമേ ഇവാലുവേഷനും പ്രസംഗത്തിനും എല്ലാവരെയും വിളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 1 മാസക്കാലം കൊണ്ടാണ് ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സൂമിന്റെ ലിങ്ക് 1000 പേര് കുറവുള്ളത് കൊണ്ട് നമുക്ക് സാധിച്ചില്ല. സമയത്തിന് പേരിൽ ഞാൻ നന്ദിയുടെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് ഈ വർഷം പ്രത്യേകമായി വചനവർഷം ആചരിക്കുമ്പോൾ മലങ്കര കത്തോലിക്ക സഭ എല്ലാവരും വചന പ്രഘോഷണത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശീലനം ഇന്ന് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ചു.
ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വന്നത് സഭയുടെ തലവനും പിതാവുമായ മറോന്മാർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബ തിരുമേനിയാണ്. നമുക്കറിയാം, നമ്മുടെ പിതാവ് വചനപ്രഘോഷണത്തിൽ നമുക്ക്, സഭയ്ക്ക്, അല്ലെങ്കിൽ ലോകത്തിന്, പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഒരു മാതൃകയാണ്. വചനം പറഞ്ഞ് ദൈവത്തിലേക്കും അടുപ്പിക്കുവാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ ബാബ തിരുമേനിക്കുണ്ട്. ബാബ തിരുമേനി വന്ന ഈ വചനപ്രഘോഷണത്തിന്റെ ആദ്യ ദിവസം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി സന്തോഷത്തോടെ മടങ്ങുവാൻ അഭിയന്യ പിതാവിന് സാധിച്ചു. സമയം തിരക്കുകളൊക്കെ ഇടയിലും നമ്മളിലേക്ക് കടന്നു വന്ന് ഈ ഓൺലൈനായിട്ട് ഉദ്ഘാടനം നടത്തിയ അഭിയന്യ ബാബ തിരുമേനിക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെ പേരിൽ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയം പ്രത്യേകമായി അറിയിക്കുന്നു. താങ്ക് യു. വചനവർഷത്തിന്റെ പ്രത്യേകമായിട്ട് അതിന്റെ ചെയർമാനായിട്ട്, കർമ്മപരിപാടികളിൽ ചെയർമാനായിട്ട് സഭ സിനഡ് നമ്മൾ പ്രത്യേകമായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന അഭിമന്യ യൂലിയോസ് പിതാവിനെയാണ്. ഇതിന്റെ ലീനിയമത, വചനവർഷവുമായി ബന്ധപ്പെട്ട് ലീനിയമത തയ്യാറാക്കുന്ന മുതൽ ഇതിന്റെ മറ്റ് എല്ലാ ചർച്ചകളിലും പിതാവ് വരികയും അതിന് മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്തു. ഇന്നത്തെ ദിവസം ഈ വചനവർഷവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആമുഖ സന്ദേശം നൽകിയ അഭിമന്യ യൂലിയോസ് പിതാവിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്കറിയാം, വചനവർഷത്തിന്റെ എല്ലാ കോർഡിനേറ്ററും ഇവിടെ ഇതിന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് കുര്യ മെത്രാനും അതോടൊപ്പം തന്നെ വചനവർഷത്തിന്റെ ചെയർമാനുമായിരിക്കുന്ന സിൽവാനോസ് പിതാവ്. എത്ര സമയം ഇതിനു വേണ്ടി ഒരു ദിവസം ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത തക്കവിധം സമയം പിതാവ് ഇതിനുവേണ്ടി ചെലവഴിച്ച് ഇതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അഭിമന്യ സിൽവാനോസ് പിതാവാണ്. വരുന്ന ദിവസങ്ങളിലൊക്കെ പിതാവിനെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും ചെയ്യും. ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണ നേതൃത്വവും ഈ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് അഭിമന്യ പിതാവാണ്. ഇതിനെടുക്കുന്ന എല്ലാ ത്യാഗത്തിനും കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പേരിലുള്ള നന്ദി സിൽവാനോസ് പിതാവിനെ അറിയിക്കുന്നു. താങ്ക് യു. വചനവൃക്ഷത്തിൽ പ്രത്യേകമായിട്ട് മലങ്കര കത്തോലിക്ക സഭയുടെ ബൈബിൾ അപ്പോസ്റ്റലിന്റെ സെനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സിറിൽ ആനന്ദ് വൈസിയച്ചനാണ് മറ്റ് കാര്യങ്ങളും ക്രമീകരണങ്ങളെല്ലാം ഇതിൽ നടക്കുന്ന. അച്ഛൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കൂടിയാണ്. അച്ഛൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അച്ഛൻ ആദ്യം ഇത് അറ്റൻഡ് ചെയ്തു. വരുന്ന ദിവസം അച്ഛന്റെ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന സിറിൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വചനവർഷവുമായിട്ട് ക്ലാസ്സുകൾ നയിക്കുകയും ഇതിന്റെ മറ്റു ക്രമീകരണങ്ങൾ ഇനി നയിക്കുകയും ചെയ്യുന്നത് സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി ഇവഞ്ചലൈസേഷൻ കമ്മീഷൻ സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരി പ്രസാദ് ആണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത് വചനവർഷവുമായിട്ട് പ്രത്യേകമായിട്ട് ഇതിന്റെ ടീമിലുള്ള അംഗമാണ് സിസ്റ്റർ സോഫിയ പോൾ സിസ്റ്റർ ഇനി വരുന്ന ദിവസങ്ങളിൽ സിസ്റ്ററിനെ കൂടുതൽ പരിചയപ്പെടും. ഇതുമായിട്ട് എല്ലാ ക്രമീകരണങ്ങൾക്കും സഹായിക്കുകയും നേതൃത്വം ചെയ്യുന്ന സിസ്റ്റർ സോഫിയ പോൾ DM-നോടുള്ള നന്ദി ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും തന്നെ ഓരോ ഭദ്രാസനങ്ങളിലും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് അതാത് ഭദ്രാസനങ്ങളുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരാണ് ഗ്രൂപ്പുകളൊക്കെ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും പേരുകൾ കണ്ടെത്തി അതിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഇങ്ങനെ ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്താൻ എല്ലാ ഭദ്രാസനങ്ങളിലെയും ഡിസ്ട്രിക്ട് ഭദ്രാസന തല അപ്പോസ്റ്റലിക് ഡയറക്ടർ അച്ഛന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ UAE, USA, UK, അയർലൻഡ് ഈ പ്രദേശങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ അച്ഛന്മാരുണ്ട്. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. USA ഭദ്രാസനത്തിൽ ബഹുമാനപ്പെട്ട വിൻസെന്റ് അച്ഛൻ, UAE എന്നുള്ള മോനി അച്ഛൻ, അയർലൻഡിൽ നിന്നുള്ള ചെറിയാൻ അച്ഛൻ, UK എന്നുള്ള കുര്യാക്കോസ് അച്ഛൻ, സൗദി എന്നുള്ള അച്ഛന്മാരെല്ലാവരും തന്നെ കേരളത്തിന് പുറത്തുള്ള അവരെ ഉൾപ്പെടുത്താൻ വളരെ ത്യാഗപൂർവ്വം നിന്ന് ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ അച്ഛന്മാരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരു വ്യക്തി കൂടെ അതുപോലെ ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ സാധിച്ചത് നമ്മുടെ കാതലിക്കേറ്റിന്റെ ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ ഉന്നത ഇതിന്റെ കോർഡിനേഷനിൽ പ്രത്യേകമായി നേതൃത്വം നൽകി. സിസ്റ്ററിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ DM കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന മേരി പിയ സിസ്റ്റർ, അതോടൊപ്പം SIC കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന രാജിത സിസ്റ്റർ, ഈ രണ്ട് സിസ്റ്റേഴ്സും പ്രത്യേകമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്താണ് മറ്റ് ഈ രണ്ട് കോൺഗ്രിഗേഷണൽ സിസ്റ്റേഴ്സിനെ ഒരുമിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാട് പേര് നന്ദി അറിയിക്കാനുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വരുന്ന ബുധനാഴ്ച ദിവസം 8:30 നമുക്ക് വീണ്ടും ഇതിവിടെ ഒരുമിച്ച് കാണാം. അതുവരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി പൊതുവായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. നിങ്ങൾ അടുത്ത ബുധനാഴ്ച 8:30 നമ്മൾ ആരംഭിക്കും. 8:15 മുതൽ ലിങ്ക് ഓപ്പൺ ആവും. നിങ്ങൾ അതിന് മുൻപായിട്ട് ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അതായത് അടുത്തൊരു കാലത്തേക്ക് ഒരുങ്ങാൻ 5 നിങ്ങൾ ഒരുങ്ങി, അത് വളരെ പ്രയോജനപ്പെടും നിങ്ങളുടെ അടുത്ത ക്ലാസ്സിന്. അതായത് ബൈബിൾ പഠന പരമ്പര
മലങ്കര കാതലിക് TV, നിങ്ങൾ മലങ്കര കാതലിക് TVയിലെ ബൈബിൾ പഠന പരമ്പരയിലെ ഒന്നാമത്തെ എപ്പിസോഡ്, ബൈബിൾ പഠന പരമ്പരയിലെ ഒന്നാമത്തെ എപ്പിസോഡ് ലെക്സിയോ ദിവിനായെ കുറിച്ചുള്ള അടിസ്ഥാന ക്ലാസ് ആണ്. അത് നിങ്ങൾ ചൊവ്വനെ അത് കേട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോട്ട് എഴുതി എടുത്തൊരുങ്ങി വരണം. കാരണം ഒരു വേദഭാഗം ലെക്സിയോ ദിവിന നടത്തി കഴിഞ്ഞാൽ തന്നെ പ്രസംഗിക്കാൻ പകുതി കിട്ടിക്കഴിയും. ഒരു വേദഭാഗം ലെക്സിയോ ദിവിന നടത്താൻ സാധിച്ചു കഴിയുമ്പോൾ തന്നെ പ്രസംഗിക്കാനുള്ള പകുതി കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ലെക്സിയോ ദിവിന നടത്തേണ്ടതെന്ന് ഒന്നാമത്തെ എപ്പിസോഡ് കൃത്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ചൊവ്വനെ 2 or 3 പ്രാവശ്യം കേൾക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ ചൊവ്വനെ കേട്ട് നോട്ട് എഴുതി ഒരുങ്ങി അടുത്ത പ്രാവശ്യത്തേക്ക് വരണം. അടുത്ത പ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട സോഫിയ പോൾ സിസ്റ്റർ നമുക്ക് വേദഭാഗം വായിച്ച് നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. നിങ്ങൾ മലങ്കര ഇതിൻ്റെ അത് കയറിയിട്ടില്ലാത്ത മലങ്കര കാതലിക് TV യൂട്യൂബിൽ അടിച്ചാൽ വരും. അതിനകത്ത് ബൈബിൾ പഠന പരമ്പര എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിൻ്റെ അത് ഒന്നാമത്തെ എപ്പിസോഡാണിത്. അത് വേണം ഞാൻ നിങ്ങളുടെ ലിങ്ക് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അത് ഒക്കെ കാണാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ സോഫിയ പോൾ സിസ്റ്റർ നമ്മൾ ഇപ്പോൾ വേദോസ്തം വായിച്ച് പ്രാർത്ഥന. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് അങ്ങ് ഉത്ഥാനശേഷം ശിഷ്യ സമൂഹത്തെ ഭരമേൽപ്പിച്ച പ്രേക്ഷിത ദൗത്യത്തിന്റെ തീഷ്ണതയും വിശ്വസ്തതയുമുള്ള തുടർച്ചക്കാരാകുവാൻ ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങയുടെ തിരുവചനം പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വചനവും കൂദാശകളും നൽകി സഭയെ പരിപോഷിപ്പിക്കുന്ന ദൈവമേ, അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും വചനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള പ്രത്യാശ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. വചന വ്യാഖ്യാനം അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന സഭാ നേതൃത്വത്തെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാബ തിരുമേനിയെയും അഭിയന്ന പിതാക്കന്മാരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുവചനാനുസൃതം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും സുവിശേഷകന്റെ ജോലി ജാഗ്രതയോടെ നിർവഹിക്കുവാനും പെന്തക്കോസ്താ ദിനത്തിൽ സഭയെ ജ്വലിപ്പിച്ച ആത്മാവിന്റെ നിറവ് അങ്ങ് ഞങ്ങൾക്കും നൽകണമേ. ദൈവമേ, അങ്ങയുടെ വലിയ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച അഭിഷേകത്തിനായിട്ട് നമ്മുടെ ശിരസ്, നമ്മുടെ തലകൾ നമുക്ക് വണങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയം ഞങ്ങളെ ഹൃദയങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കടന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരും അങ്ങേ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നൊമ്പരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സന്ധ്യയിൽ എല്ലാ അഭിഷേകവും നൽകി ബലപ്പെടുത്തണമേ. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന പാദങ്ങൾ എത്ര സുന്ദരം നിങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവെ. അതിനുവേണ്ടി കടന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിന്റെ ശക്തിയാൽ എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധിയിൽ കടന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ അഭിഷേകത്തെ ചുരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിന് ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന് ശക്തി ഒഴുകി വരട്ടെ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. ദാനങ്ങളാൽ നിറയ്ക്കണമേ. എല്ലാ കൃപകളാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ നിയോഗങ്ങളുടെ മേലും നമ്മുടെ സഭയുടെ മേലും നാടിന്റെ മേലും ഒന്നും വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.
ഒരിക്കൽ കൂടി നമുക്ക് ഇന്ന് 1000 പേർക്ക് കയറാൻ പറ്റാഞ്ഞുള്ള ക്ഷമാപണം അറിയിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് അത് പരിഹരിക്കാം. എല്ലാം മാനുഷികമായ നമ്മുടെ പരിമിതികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം. ഇന്ത്യക്കാരും UK-ന്നും അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രസംഗ വിഷയം എല്ലാം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അടുത്ത അഞ്ചാഴ്ചത്തേക്ക് ഇനിയും പ്രസംഗം ഒരുങ്ങാനുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷമേ പ്രസംഗം പറയാൻ തുടങ്ങുന്നു. അടുത്ത 5 ആഴ്ചത്തേക്ക് എങ്ങനെ പ്രസംഗം ഒരുങ്ങണമെന്ന് അതിനുള്ള അത് പരിശീലിപ്പിക്കും. അതിനുശേഷം നമുക്ക് കൃത്യം തരും, ഒരു വിഷയം തരും, 3 വിഷയം തരും. അതനുസരിച്ചാണ് ഓരോ പ്രാവശ്യം. നമുക്ക് അടുത്ത ആഴ്ച മുതൽ കൂടുതൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും നല്ല സന്ധ്യ ആശംസിക്കുന്നു. താങ്ക് യു.